ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചന്മാരെ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇന്നത്തെ കഥ നിങ്ങളുടെ കിളിയെ ഞാൻ പാറിപ്പിക്കും എന്ന് പറഞ്ഞാൽ നല്ല എട്ടിന്റെ രീതിയിൽ ഞാൻ പാറിപ്പിക്കും. ഒരു കിടിലം ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ കിടിലം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. പക്ഷെ ഇതിന്റെ അവസാനം എത്തുന്ന സമയത്ത് ഇതങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ചു പോകും. ഒന്നുമില്ല, നിസാരമായിട്ട് ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മുടെ കഥാനായികയായിട്ടുള്ള ആലീസ് വരികയാണ്. വരുന്നത് ഒരു പേഷ്യന്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അവളുടെ യഥാർത്ഥ ഉദ്ദേശം ഇവിടെ നടന്ന ഒരു കൊലപാതകം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കലാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ടേക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അതെന്തായാലും കൂടുതലായിട്ട് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. മൈൻഡ് ബ്ലോവിംഗ് ആണ് കഥയുടെ അവസാനം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായാലും നമുക്ക് കഥയിലൂടെ തന്നെ കൂടുതൽ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാം. നേരെ പോയല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. വർഷം 1979 സ്പെയിനിലെ തന്നെ ഒരു വലിയ ഭ്രാന്താശുപത്രി കാണിക്കുകയാണ്. പക്ഷേ അത് കാണുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അത് വലിയൊരു കൊട്ടാരം പോലെ, ഒരു വലിയ മാൻഷൻ പോലെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു കാറ് വരുന്നുണ്ട്. ആ കാറിൽ നിന്നും ആലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെണ്ണും അവളുടെ കൂടെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളും കൂടെ വരുന്നുണ്ട്. ഇപ്പൊ ആ പ്രായമായിട്ടുള്ള ആള് ചോദിക്കുകയാണ്, ഞാനും കൂടെ ഉള്ളിലേക്ക് വരണമെന്ന്. ആലീസ് പറയണം അത് വേണ്ട, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞിട്ട് ആലീസ് നേരെ ആശുപത്രിയിലേക്ക് വന്ന് കയറുകയാണ്. മാത്രമല്ല അവളുടെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ആശുപത്രിയുടെ ചീഫ് ഡോക്ടറായിട്ടുള്ള ഡോക്ടർ സാമുവൽ ഇല്ലായിരുന്നു. പകരം മറ്റൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഈ ഡോക്ടറുടെ കയ്യിലേക്ക് ആലീസ് കൊണ്ടുവന്ന ആ ഒരു ലെറ്റർ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഡോക്ടർ ഈ ലെറ്റർ വായിക്കുന്ന സമയത്ത് ഇയാളുടെ തൊട്ട് മുന്നിലിരിക്കുന്ന ഈ ആലീസ് ഉണ്ടല്ലോ, ഒരു ഉഗ്രൻ പേഷ്യന്റ് ആണ്. നല്ല ഒന്നാം തരം ഭ്രാന്തത്തി. ആളുകള് ശരിക്കും നുണ പറഞ്ഞ് അവൾക്ക് വിശ്വസിപ്പിക്കാൻ സാധിക്കും. ആ രീതിയിൽ ഒരു ടാലന്റ് അവൾക്കുണ്ട്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഈ ലെറ്റർ ഈ ഹോസ്പിറ്റലിലേക്ക് എഴുതിയത് തന്നെ ആലീസിന്റെ പേഴ്സണൽ ഡോക്ടറാണ്. അവൾ ചികിത്സയ്ക്കായിട്ടാണ് ഈ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാക്കിയത് തന്നെ. ഇപ്പൊ ആലീസിനെ നോക്കിയിട്ട് ആ ഒരു ഡോക്ടർ ചോദിക്കുകയാണ്, നിന്നെ കണ്ടിട്ട് പ്രശ്നമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ ആലീസ് പറയണം, അതിന് എനിക്ക് പ്രശ്നമുണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതിനെല്ലാത്തിനും പിന്നിൽ എന്റെ ഭർത്താവാണ്. അയാൾക്ക് എങ്ങനെയെങ്കിലും എന്നെ ഈ ഒരു ഹോസ്പിറ്റലാക്കണം. എന്റെ സ്വത്തുക്കൾ മുഴുവൻ അയാൾക്ക് തട്ടിയെടുക്കണം. പക്ഷെ മാഡം, നിങ്ങൾ പറയുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങൾ. നിങ്ങളൊരു കെമിസ്ട്രി പഠിച്ച ഒരാളല്ലേ, കെമിസ്ട്രി സ്റ്റുഡന്റ് അല്ലേ? അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിനെ ഒരു 3-4 തവണ വിഷം വെച്ച് കൊല്ലാൻ നോക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണോ? ഇപ്പൊ ഈ ആലീസ് ഡോക്ടർ നോക്കിയിട്ടൊന്ന് പറയുന്നുണ്ട്, ഞാനൊരു കെമിസ്ട്രി സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കെമിക്കൽസിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഡോക്ടറെ, ഈ ആശുപത്രിയിലേക്ക് ഹൃദയത്തിന്റെ ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് വന്നാൽ നിങ്ങൾ ചെയ്യോ? ഇല്ലല്ലോ. കാരണം നിങ്ങളൊരു ഡോക്ടറാണെങ്കിലും നിങ്ങളുടെ മേഖല അത് വേറെയാണ്. അതുപോലെ തന്നെ ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടെങ്കിലും എന്റെ മേഖല മറ്റൊന്നാണ്. ഇപ്പൊ ഈ ഡോക്ടർ ചോദിക്കണം, അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ പ്ലാൻ ചെയ്ത് ഇതിന്റെ ഉള്ളിൽ ആക്കിയെന്നാണ്. അതിന്റെ ആവശ്യം എന്താണ്? അയാളെ നിങ്ങൾ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചാൽ പോരെ? ഇപ്പൊ ഈ ആലീസ് പറയാണ്, അതിന് അയാൾക്ക് കഴിയില്ല. കാരണം പോലീസ് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ ആ ഒരു ബന്ധം, അതായത് ഡിവോഴ്സ് ആയി പോകും. പക്ഷേ അയാൾ എന്നെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം വേർപെടൂല. അതുപോലെ തന്നെ എന്റെ സ്വത്തുക്കൾ അയാൾക്ക് കയ്യിൽ വെക്കാനും കഴിയും. അതിനുവേണ്ടി അയാൾ എന്നെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. എനിക്കിതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാനും കഴിഞ്ഞില്ല. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം നിനക്ക് അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും ആലീസിനെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് ഒരു ലേഡി ഡോക്ടർ വരികയാണ്, ഡോക്ടർ ലിവാന. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ആലീസിനെ അവളുടെ വാർഡിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ ആയിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഒരു ബോഡി ചെക്കപ്പ് നടത്തണം. അപ്പോൾ ഫുള്ളായിട്ട് വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റി, റിങ്സും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ആ ഒരു ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട്. ഇവിടുന്ന് പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുസ്തകം ആലീസ് എടുക്കുന്നുണ്ട്. ഇത് ഞാൻ എടുത്തോട്ടെ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഡോക്ടർ ലിവാന ആലീസിന്റെ മുറി കാണിച്ചു കൊടുക്കുകയാണ്. ആലീസ് നേരെ ആ ഒരു മുറിയിലേക്ക് ചെന്നു. എന്നിട്ട് ആ ഒരു പുസ്തകം തുറന്നു നോക്കുമ്പോൾ അതിൽ ചില പേപ്പർ കട്ടിങ്സുകളും ചില നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആലീസിന് വേണ്ടി ആരും ഒരാൾ മനഃപൂർവ്വം ആ ഒരു ബുക്ക് അവിടെ വെച്ചതായിരുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ആലീസ് വന്നത് ഇതുപോലെ ഒരു പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ പദ്ധതിയായിട്ടോ ഒന്നുമല്ല. ഇത് ആലീസിന്റെ തന്നെ പദ്ധതിയാണ്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ആശുപത്രിയിൽ വെച്ച് ഒരു കൊലപാതകം നടന്നിരിക്കുകയാണ്. ആ മരിച്ച ആളുടെ അല്ലെങ്കിൽ ആ ഒരു പയ്യന്റെ അച്ഛനാണ് കഥയുടെ തുടക്കത്തിൽ ആലീസിന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മനുഷ്യനാണ് തന്റെ മകനെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ആലീസിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ആലീസ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ്. മാത്രമല്ല ആ മനുഷ്യന്റെ മകൻ മരിച്ചതിന് ശേഷം അയാൾക്കൊരു ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതും ഇപ്പൊ ആലീസിന് ആ ഒരു ബുക്കിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ എഴുതിയത് ഇങ്ങനെയാണ്, ഞാനല്ല നിങ്ങളുടെ മകനെ കൊന്നത്, അത് നിങ്ങൾ തന്നെയാണ് എന്ന രീതിയിൽ. എന്തായാലും ഈ ആശുപത്രിയിൽ മരിച്ച ആ ഒരു പയ്യനുണ്ടല്ലോ, അവന്റെ ആ ഒരു മർഡർ അല്ലെങ്കിൽ അവനെ കൊന്നത് ആരാണ്, ഇത് കണ്ടുപിടിക്കാൻ തന്നെയാണ് ആലീസ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് എപ്പോൾ നടന്നതാണെന്ന് വ്യക്തമായിട്ട് നമ്മളെ കാണിക്കുന്നില്ല. ഐ തിങ്ക് ഇത് പാസ്റ്റിലായിരിക്കണം, കഴിഞ്ഞു പോയ ഒരു കാര്യമായിരിക്കണം. ഈ ആശുപത്രിയിൽ തന്നെ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് ആശുപത്രിയുടെ പല ഭാഗത്തായിട്ട് തീയും പടർന്നിട്ടുണ്ട്. പേഷ്യൻസ് ഒക്കെ ആകെ പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഇതിന്റെ ഹെഡായിട്ടുള്ള ഡോക്ടർ സാമുവൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇയാൾക്കും ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ മറ്റു ചില ഡോക്ടേഴ്സ് വന്നിട്ട് ഡോക്ടർ സാമുവലിനോട് ഒരു കാര്യം പറയാണ്, നിങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് ഈ വാർഡിലേക്ക് വരണം, അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ആ സ്ഥലത്തേക്ക് ഇവരെല്ലാവരും പോയി നോക്കുമ്പോൾ അതിക്രൂരമായ രീതിയിൽ ഒരാൾ മരണപ്പെട്ട് കിടക്കുകയാണ്. അതും ഈ ഒരു പയ്യന്റെ ദേഹത്ത് ഒരുപാട് തവണ ക്രൂരമായിട്ട് ആരോ മൂർച്ചയിൽ എന്തോ ഒന്ന് വെച്ച് കുത്തിയിട്ടുണ്ട്. ഇവർക്ക് ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. ഇതേ സമയത്തിന് ആ കൂട്ടത്തിൽ ഒരു പേഷ്യന്റ് കൂടെ ഇത് വന്ന് നോക്കുന്നുണ്ട്. ആ പേഷ്യന്റിന്റെ പേര് ഇഗ്നാഷിയോ എന്നാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ
അതായത് ഇപ്പൊ പ്രസന്റിൽ തന്നെ കാണിക്കുകയാണ്. ഇപ്പൊ ആലീസ് ഭക്ഷണം കഴിക്കാനായിട്ട് ആ ഒരു ടേബിളിൽ പോയിരിക്കുമ്പോൾ അവളുടെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഭയം കാണിച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, ഇഗ്നാഷ്യോ, അയാളെ കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ടേബിളിന്റെ അടിയിൽ നിന്നും ഒരാൾ മോശമായിട്ട് തന്നെ ആലീസിന്റെ കാലും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. നോക്കുമ്പോൾ ആൾക്കൊരു 2 അടി ഹൈറ്റേ ഉള്ളൂ, കുറച്ച് കുറിയ മനുഷ്യനാണ് കേട്ടോ. ഇയാളുടെ പേര് തൽക്കാലം നമുക്ക് പക്രു എന്ന് വിളിക്കാം. ഇത് കണ്ടപ്പോൾ തന്നെ ഈ ഇഗ്നാഷ്യോക്ക് ദേഷ്യം വിളിക്കുകയാണ്. തെമ്മാടിത്തരം കാണിക്കുന്നോടെന്ന് പറഞ്ഞിട്ട് ഇവനെ ഓടിപ്പിക്കുകയാണ്. എന്നാൽ ഈ പക്രു ആണെങ്കിൽ നേരെ പോയിട്ട് പിന്നിൽ നിൽക്കുന്നത് ഒരു ഭീമാകാരമായിട്ടുള്ള മനുഷ്യന്റെ മുന്നിലാണ് കേട്ടോ. എലിഫന്റ് എന്ന് നമുക്ക് തൽക്കാലം അയാൾ വിളിക്കുക. അയാളെ കണ്ടപ്പോൾ തന്നെ ഇഗ്നാഷ്യോ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. വെറുതെ ഇയാളുടെ കയ്യിൽ നിന്നും തല്ല് മേടിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് തിരിച്ചു വരികയാണ്. അതേസമയത്ത് തന്നെ ആലീസിന്റെ കൂടെ ഭക്ഷണം എല്ലാം കഴിച്ച് ഇവർ പുറത്തേക്കൊന്ന് പോയി നിൽക്കുമ്പോൾ ഇവന്റെ കയ്യിൽ സിഗരറ്റൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ച് വലിക്കുകയാണ്. അപ്പൊ ആലീസ് ചോദിക്കുന്നുണ്ട്, അല്ല ഇഗ്നാഷ്യോ, നിന്റെ കയ്യിൽ മാത്രം എങ്ങനെയാണ് ഇതുപോലെ ലൈറ്റർ വരുന്നത്? പേഷ്യൻസിന്റെ കയ്യിൽ സാധാരണ അങ്ങനെ കൊടുക്കാറില്ലല്ലോ. ഇപ്പൊ ഇഗ്നാഷ്യോ പറയുന്നത് പേഷ്യൻസ് തന്നെ പല രീതിയിലും ഉണ്ട്. അതായത് തീരെ ബോധമില്ലാത്ത ആൾക്കാരുണ്ട്, പിന്നെ എന്നെ പോലെയുള്ള കുറച്ച് പ്രശ്നം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. സോ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഇതുപോലെ ലൈറ്ററും കാര്യങ്ങളൊക്കെ തരും, അതൊന്നും വിഷയാക്കണ്ട. ഇതിന്റെ ഇടയിൽ ആലീസ് തൊട്ട് താഴെ തന്നെ ഇരിക്കുന്ന 2 ബ്രദേഴ്സിനെ കാണുകയാണ്. 2 പേരും ഇരട്ടകളാണ്. അതിലൊരുത്തൻ ഒട്ടും സംസാരിക്കില്ല കേട്ടോ, അങ്ങനെയിരിക്കും. മറ്റേ ആളെന്ന് പറഞ്ഞാൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. അവന്റെ പേര് റെമോ എന്നാണ്. അപ്പൊ ഈ റെമോയുടെ ബ്രദർ തീരെ സംസാരിക്കാത്ത ആളാണ്, ഇരട്ട സഹോദരനാണ്. അതുപോലെ തന്നെ ഇവന്റെ കൂടെ എപ്പോഴും ഒരു പെൺകുട്ടി ഉണ്ടാവും, അത് അവന്റെ പെങ്ങളാണ്. പെങ്ങളെന്ന് അവനിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവൾ ആരും തൊടുന്നതോ അല്ലെങ്കിൽ അവളോട് ആരെങ്കിലും സംസാരിക്കുന്നതോ ഒന്നും ഈ റെമോക്ക് ഇഷ്ടമല്ല. അവളോട് മോശമായിട്ട് പെരുമാറുന്നൊന്നും അവന് സഹിക്കാനേ പറ്റുന്നില്ല. ഇവിടെ വീണ്ടും സീൻ കെട്ടാവാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ അത് പാസ്റ്റ് ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. തൽക്കാലം നമുക്ക് പാസ്റ്റ് ആണ് എന്ന് തന്നെ വെക്കാം. ഓക്കെ, അപ്പൊ ആ ഒരു പാസ്റ്റിൽ കാണിക്കുകയാണ് ഇതുപോലെ ആശുപത്രിയിൽ വെച്ച് കൊലപാതകം നടന്നല്ലോ. അപ്പൊ ആ ഒരു കൊലപാതകം അന്വേഷിക്കാനായിട്ട് ഒരു ഡിറ്റക്റ്റീവ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു മുറി മുഴുവനായിട്ട് പരിശോധിച്ചപ്പോൾ മുറിയിൽ വെച്ചിട്ട് നല്ല മൂർച്ചയുള്ള ഒരു ഗ്ലാസിന്റെ കഷ്ണം കിട്ടുകയാണ്. ഇത് വെച്ചാണ് ആ ഒരു പയ്യനെ കുത്തി കൊന്നിരിക്കുന്നത്. വീണ്ടും അവിടെ സീൻ കട്ടാവുകയാണ്. പ്രസന്റിൽ കാണിക്കുകയാണ് ആലീസ് അതുപോലെ തന്നെ ഇഗ്നാഷ്യോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു എലിഫന്റ് മാൻ ഉണ്ടല്ലോ, ഈ റോമിയുടെ കൂടെ എപ്പോഴും സിസ്റ്റർ ആണെന്ന് അവൻ പറഞ്ഞു നടക്കുന്ന ആ ഒരു പെൺകുട്ടി ഈ എലിഫന്റ് മാൻ ഇങ്ങനെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടുപോവാണ്. ഇത് കണ്ട് റോമി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവനുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയാണ്. വലിയ പ്രശ്നമാവുന്നുണ്ട്. ബാക്കിയുള്ള അറ്റൻഡർമാരൊക്കെ വന്നിട്ട് പിടിച്ചു മാറ്റാണ്. ഇതേ സമയത്ത് തന്നെ ആലീസിനെ വന്നിട്ട് ഒരു ഡോക്ടർ വിളിക്കുകയാണ്, ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ പാസ്റ്റിലേക്ക് കൊണ്ടുപോവാണ്. ഞാനൊരു കാര്യം ഇപ്പോഴും നിങ്ങളോട് വ്യക്തമായിട്ട് പറയാം, ഇത് പാസ്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പാസ്റ്റിലേക്ക് കൊണ്ടുപോവാണ്, നമുക്ക് തൽക്കാലം അങ്ങനെ വിചാരിക്കാം. അപ്പൊ ആ ഒരു പാസ്റ്റിൽ ഇതുപോലെ ഡിറ്റക്റ്റീവ് ആശുപത്രിയിൽ നടന്ന ആ ഒരു കൊലപാതകം അന്വേഷിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നല്ലോ. ഇപ്പൊ ഈ ഒരു ഡിറ്റക്റ്റീവ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗ്ലാസിന്റെ കഷ്ണം അത് എവിടുന്ന ഇയാൾക്ക് ഈ ഒരു കൊലപാതകയ്ക്ക് കിട്ടിയിട്ടുണ്ടത്. നോക്കുമ്പോൾ പിറകിൽ തന്നെ ഒരു ഗ്ലാസിന്റെ ഡോർ ഉണ്ടായിരുന്നു. ഗ്ലാസിന്റെ ഡോർ പൂർണ്ണമായിട്ടല്ല, അതിന്റെ ഒരു ഭാഗത്ത് ഗ്ലാസ് ആയിരുന്നു. അത് പൊട്ടിച്ചാണ് ആ ഒരു ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്ലാസ് അവിടെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. ഇവിടെ വെച്ച് തന്നെ ഈ ഒരു ഡിറ്റക്റ്റീവ് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. അതായത് ഈ ഡോറ് ഇതിലേക്ക് വരാൻ കഴിയുക നിങ്ങളുടെ മെയിൽ വാർഡ് ഉണ്ടല്ലോ, അതായത് ആണുങ്ങളുടെ വാർഡ്, ആ ഭാഗത്തു നിന്നുള്ള ഏതോ ഒരു പേഷ്യന്റ് ആണ് ഇങ്ങോട്ടേക്ക് വന്ന് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അത് ഉറപ്പാണ്. പക്ഷേ ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്നും എങ്ങനെയാണ് ആ ഒരു കൊലപാതകയെ, ഒന്നാമത് എല്ലാവരും പേഷ്യൻസ് ആണ്, നമുക്ക് എങ്ങനെ അവരെ കണ്ടുപിടിക്കാൻ പറ്റും? ഇപ്പൊ ഡോക്ടർ സാമുവൽ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്ന് പറയുമ്പോൾ ഡിറ്റക്റ്റീവ് പറയാണ് അങ്ങനെ എല്ലാവരും ഒന്നും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. ഈ പേഷ്യൻസും തന്നെ 2 കാറ്റഗറി ആളുകളുണ്ടല്ലോ, അതായത് തീരെ ബോധമില്ലാത്ത ആൾക്കാരും ഒരു ഇച്ചിരി ബോധമുള്ള ആൾക്കാരും. സോ എനിക്കത് കാറ്റഗറൈസ് ചെയ്ത് തന്നാൽ മതി. ഇപ്പൊ ആ ഒരു ഡോക്ടർ ലിവാന ഉണ്ടല്ലോ, അവർ പറയുന്നത് ഡിറ്റക്റ്റീവ് ഞാൻ എല്ലാ ലിസ്റ്റും നിങ്ങൾക്ക് തയ്യാറാക്കി തരാം, അത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറയാണ്. ഇപ്പൊ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. നമ്മുടെ ആലീസിനെ കാണിക്കുകയാണ്. അവളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഡോക്ടർ സീസറാണ്. അപ്പൊ ഈ സീസറിന് നമ്മുടെ ആലീസിനെ കണ്ടപ്പോൾ തന്നെ വലിയ അസുഖമുള്ള ഒരാളായിട്ടൊന്നും തോന്നില്ല. മാത്രമല്ല അവളുടെ ആ ഒരു ലുക്കെല്ലാം കണ്ടപ്പോൾ ഒരു അട്രാക്റ്റീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം ഉപയോഗിക്കാൻ തന്നെ ആലീസ് തീരുമാനിച്ചു. കാരണം അവൾക്ക് ഒരുപാട് ആക്സസ് ഈ ആശുപത്രിയുടെ പല ഭാഗത്തേക്ക് ആവശ്യമാണ്. ഒരുപാട് ഡോക്യുമെന്റ്സ് പരിശോധിക്കണം. അപ്പൊ ടെസ്റ്റിനായിട്ട് ഈ ഡോക്ടർ വന്ന് അവളോട് ഇങ്ങനെ ഒരു ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം തരുമെന്ന് ചോദിക്കുകയാണ്. ആ വെള്ളം മേടിക്കുന്നതിന്റെ ഇടയിൽ മനഃപൂർവ്വം തന്നെ ആലീസ് അത് അവളുടെ ദേഹത്തേക്കാക്കണം. ഹോ എന്താ ചെയ്യാ, ആ റെസ്റ്റ് റൂം ഞാൻ ഒന്ന് ഉപയോഗിച്ചോട്ടെ എന്നിപ്പോ ഡോക്ടർ സീസറോട് ചോദിച്ചപ്പോൾ അത് പറ്റില്ല, അത് സ്റ്റാഫ് മാത്രം ഉപയോഗിക്കുന്ന, അത് കുഴപ്പമില്ല സാറേ, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറയണം. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ചാവി കൊടുക്കാണ്. അങ്ങനെ ആലീസ് ബാത്റൂമിലേക്ക് ചെന്ന് ഈ ഷോക്സിന്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പറോ അങ്ങനെ എന്തൊക്കെയോ തിരികെ കയറ്റിയിട്ട് അതങ്ങോട്ട് ഫ്ലഷ് ചെയ്യാണ്. അപ്പൊ ബ്ലോക്ക് ആവുമല്ലോ. അപ്പൊ വെള്ളം മുഴുവൻ പുറത്തേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ പതിയെ കുറച്ച് സമയം ആകുമ്പോൾ പുറത്തേക്കെല്ലാം ഈ വെള്ളം വരാൻ തുടങ്ങുകയാണ്. എന്തായാലും ഡോക്ടർ സീസറിന്റെ അടുത്ത് നിന്ന് നമ്മുടെ ആലീസ് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഈ ഫയലും കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആളുടെ ആ ഒരു സെക്ഷനും ഇവിടെ തന്നെയായിരുന്നു. ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അവിടെ നിന്നും ഭയങ്കരമായിട്ട് വെള്ളം വരുന്നുണ്ട്, പോയി നോക്കുന്നത്. ഇയാൾ വേഗം അങ്ങോട്ടേക്ക് പോയി നോക്കിയപ്പോൾ ആലീസ് അവിടെ ഉണ്ടായിരുന്ന ചില ഡോക്യുമെന്റ്സ് പെട്ടെന്ന് തന്നെ പരിശോധിക്കുകയാണ്. അപ്പൊ കുറച്ചു കാലം മുന്നേ ഏതോ ഒരു ഡിറ്റക്റ്റീവ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഉണ്ടാക്കി വെച്ചൊരു ലിസ്റ്റ് ആലീസ് കാണുന്നുണ്ട്. ആ ലിസ്റ്റിൽ നമ്മുടെ ഇഗ്നാഷ്യോയുടെ പേരും അവൾ കാണുകയാണ്. കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കണക്ട് ആയിട്ട് വരുന്നുണ്ടോ? എന്തായാലും വീണ്ടും പാസ്റ്റിലേക്ക് പോവാണ്. അതായത് ഇങ്ങനെ ഒരു കൊലപാതകം ആശുപത്രിയിൽ വെച്ച് നടന്നല്ലോ. സോ മാനസികമായിട്ട് ഒരു ഇച്ചിരി ബോധമുള്ള ആൾക്കാരുടെ പേര് വേറെ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ. ആ കൂട്ടത്തിൽ ഇഗ്നാഷ്യോ ഉണ്ട്. ഓരോരുത്തരെയായിട്ട് ഇപ്പൊ വന്ന ആ ഒരു ഡിറ്റക്റ്റീവ് ചെക്ക് ചെയ്യുമ്പോൾ ഇഗ്നാഷ്യോ പെട്ടെന്ന് ഓടുകയാണ്. എല്ലാവരും കൂടെ അവനെ പിടിച്ചു വെച്ച് നോക്കുമ്പോൾ ഇവന്റെ കയ്യിൽ നിറയെ രക്തമായിരുന്നു കേട്ടോ. അതായത് ആ ഒരു കൊലപാതകവുമായിട്ട് ഇഗ്നാഷ്യോക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. ഇതേ സമയത്തിന് പുറത്ത് നല്ല മഴ പെയ്യാണ്. ഗേറ്റിന്റെ അടുത്തേക്ക് ഗവൺമെന്റിന്റെ ഏതൊരു സ്റ്റാഫ് വന്നിട്ടുണ്ട്. അതായത് ഒരു കൊലപാതകം ഇവിടെ നടന്നതാണ്. അപ്പൊ
അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാഫ് വന്നിരിക്കുകയാണ്. ഇതേ സമയത്തിന് ആ ഒരു ഗേറ്റിന്റെ അവിടെ മറ്റൊരാളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ മുഖം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നില്ല. ഇയാളാണ് ഗേറ്റ് തുറന്നു കൊടുക്കുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ ആ ഒരു സ്റ്റാഫ് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഇതേ സമയത്തിന് ഇഗ്നാഷ്യോ ആ ഒരു ഡിറ്റക്റ്റീവ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ആശുപത്രിയിൽ ഒരേ ഒരാളുടെ കയ്യിൽ മാത്രമേ ലൈറ്റേഴ്സ് ഉള്ളൂ, അത് നിന്റെ കയ്യിലാണ്. കുറച്ചു മുന്നേ ഈ ആശുപത്രിയിൽ ചെറുതായിട്ടൊന്ന് തീപിടുത്തുണ്ടാവുകയും ചെയ്തു. നിനക്ക് എന്താണ് ഇഗ്നാഷ്യോ പറയാനുള്ളത് ചോദിച്ചപ്പോൾ ഇഗ്നാഷ്യോ പറയാണ്, സാറേ സത്യം പറയുകയാണെങ്കിൽ ആ ഒരു കൊലപാതകം ആദ്യം കണ്ട് ഞാൻ തന്നെയാണ്. ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ നോക്കി, അങ്ങനെയാണ് എന്റെ കയ്യിൽ രക്തമായത്. കൂടുതലായിട്ടൊന്നും എനിക്ക് അറിയില്ല സാറേ. അതുപോലെ തന്നെ ഈ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് ഗവൺമെന്റിന്റെ ഒരു സ്റ്റാഫ് ഇതുപോലെ ആ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്ന് ഡിറ്റക്റ്റീവിനോട് പറയുമ്പോൾ ആ വന്നിട്ട് ചെക്ക് ചെയ്യുമെന്ന് പറയാണ്. ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരാൾ ആ കാലഘട്ടത്തിൽ വരുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്നിരിക്കുന്ന ഈ ഒരു മരണം ഇതൊരു കൊലപാതകമാണോ സ്വാഭാവികമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ ഒരുപാട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഏകദേശം കൺഫേം ആണ്. ആ മരിച്ച ആളുടെ ദേഹത്ത് ഒരുപാട് തവണ കുത്തേറ്റിട്ടുണ്ടല്ലോ. എന്തായാലും പാസ്റ്റിലെ ആ ഒരു സീന് ഇവിടെ നിർത്തുകയാണ്. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ഈ ആലീസ് നേരെ ആ ആശുപത്രിയിൽ തന്നെ പ്രാർത്ഥനാ റൂം ഉണ്ട്, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ച് തന്നെ ആലീസിന്റെ അടുത്തേക്ക് മറ്റേ റോമിയോ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, റോമിയോ അല്ല കേട്ടോ, റെമോ വന്നിട്ട് ആലീസിനെ നോക്കിയിട്ട് എനിക്ക് നിങ്ങളെ അറിയാം, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ സംസാരിക്കുമ്പോൾ ആ ഒരു എലിഫന്റ് മാന് ഈ റോമിയുടെ സിസ്റ്റർ ഉണ്ടല്ലോ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങനെ പോകുമ്പോൾ അവൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. വീണ്ടും ബഹളവും കാര്യങ്ങളും ഉണ്ടാക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആലീസ് വീണ്ടും ഇഗ്നാഷ്യോ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അതായത് ആലീസിന് ഇപ്പോൾ ഇഗ്നാഷ്യോ ഭയങ്കര സംശയമാണ്. അതുപോലെ അവന്റെ കയ്യിലേക്ക് ഒരു ലെറ്ററും കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ചെയ്തത് ഞാനല്ല, അത് നിങ്ങളാണ് എന്ന രീതിയിൽ ഒരു ലെറ്ററാണ് അത് അവന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അന്ന് ഇവിടെ മരണപ്പെട്ടു പോയ ആ ഒരു പയ്യന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ആരും ഒരാൾ ഈ ആശുപത്രിയിൽ നിന്നും എഴുതി അയച്ചൊരു കത്താണിത്. ഇതുപോലൊരു കത്ത് പുറത്തേക്ക് അയക്കാൻ ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ പറ്റാറുള്ളൂ. അതിലൊരാളാണ് നീ ഇഗ്നാഷ്യോ. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഈ ഒരു കൊലപാതകം ചെയ്തത് നീയാണ് എന്നല്ല, പക്ഷെ അതുമായിട്ട് നിനക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നീ പറയുന്നത് ഇഗ്നാഷ്യോട് പറയുമ്പോൾ ഇഗ്നാഷ്യ അവിടെ ഉണ്ടായിരുന്ന ഒരു ഇലയിലേക്ക് നോക്കാണ്. ഒരു തുള്ളി വെള്ളം അതിൽ വന്ന് വീഴുന്നുണ്ട്. ഇപ്പൊ ഇഗ്നാഷ്യോ പറയണം ഇപ്പൊ മഴ പെയ്യും, എനിക്ക് വേഗം പോകണമെന്ന് പറയണം. എന്നാൽ ആലീസ് അവന് വിടുന്നില്ല കേട്ടോ. അതേ സമയത്തിന് മഴ പെയ്യാണ്. മഴ ഇപ്പൊ അവന്റെ ദേഹത്ത് പറ്റിയതും അല്ലെങ്കിൽ വന്ന് വീണതും അവൻ കിടന്ന് പെട്ടക്കാൻ തുടങ്ങുകയാണ്. അതായത് ചില ആൾക്കാർക്ക് മുകളിൽ നിന്നും ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നത് അത് വല്ലാത്ത പേടിയാണ്. ഈ കുടിക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലുള്ള ആ ഒരു വെള്ളമോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഈ പൈപ്പ് തുറന്ന് വരുന്ന ആ ഒരു വെള്ളം, അതുപോലെ തന്നെ ഷവറിന്റെ വെള്ളം, ഇതിനോടൊക്കെ ഭയങ്കര ഫോബിയുള്ള ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ പെട്ട ആളാണ് ഇഗ്നാഷ്യോ. സോ ആ ഒരു മഴ പെയ്തത് കൊണ്ട് തന്നെ അവൻ അവിടെ കിടന്ന് വിറക്കാൻ തുടങ്ങുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ ആരൊക്കെയോ വന്നിട്ട് അവൻ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പാസ്റ്റിൽ കാണിക്കുകയാണ്. അതായത് ആ ഒരു ഡിറ്റക്റ്റീവ് ഇഗ്നാഷ്യെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡിറ്റക്റ്റീവിന്റെ കൂടെയുള്ള അസിസ്റ്റന്റ് ഓടി വന്നിട്ട് പറയാണ്, സാറേ ഒരിക്കലും അതിന് സാധ്യതയില്ല. കാരണം ഈ ഇഗ്നാഷ്യോക്ക് മഴയെ ഭയങ്കര പേടിയാണ്. കൊലപാതകം നടന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവന്റെ വാർഡാണെങ്കിൽ അപ്പുറത്തെ സ്ഥലത്താണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും മഴ നനയണം. മഴ നനഞ്ഞുകൊണ്ട് എന്തായാലും അവൻ ആ സമയത്ത് ഇങ്ങോട്ടേക്ക് വരില്ല. തീർച്ചയായിട്ടും മഴയത്ത് വന്ന് ഇവൻ ഈ ഒരു കൊലപാതകം ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഡിറ്റക്റ്റീവും അസിസ്റ്റന്റും കൂടിയിട്ട് ആ ഒരു ബോഡി ചെക്കപ്പ് ചെയ്യാൻ വന്ന ആ ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, ഇവരിങ്ങനെ നോക്കുകയാണ്. ഇതെന്ത് ഈ പെണ്ണുങ്ങൾ കാണിക്കുന്നത്? എന്തായാലും അവന്റെ ദേഹത്ത് ആ ഒരു മുറിവുകൾ കണ്ടറിയില്ലേ ഇതൊരു മർഡർ ആണെന്ന്. പിന്നെ എന്താണ് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന ആ ഒരു സ്റ്റാഫ് ആണെങ്കിൽ ചുമ്മാ ആണോ അല്ലെങ്കിൽ കാര്യത്തിൽ വ്യക്തമായിട്ട് നോക്കുന്നതാണോ അറിയില്ല, അവരങ്ങനെ ആ ഒരു ബോഡി വിശദമായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്നേ. കാരണം ദേഹത്ത് ഇത്രയും പാടുകൾ ഉണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക മരണമാണോ? അല്ല, അതൊരു കൊലപാതകമാണ്. പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ളതാണ്. പക്ഷേ ഇവരെന്തിന് ഇതിങ്ങനെ ഡിലേ ചെയ്യുന്നത് അറിയില്ല. അതുപോലെ തന്നെ ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായി, മഴയുണ്ടായി. ഇതിന്റെ ഇടയിൽ കുറെ പേഷ്യൻസ് പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഡോക്ടർ സാമുവൽ ഇതിന്റെയൊക്കെ ഹെഡ് ആണല്ലോ. ഇയാൾ വന്നിട്ട് എല്ലാവരെയും കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ മാത്രം മിസ്സിംഗ് ആണെന്ന് പറയണം. അയാളുടെ പേര് കേട്ടപ്പോൾ തന്നെ ഡോക്ടർ സാമുവൽ ഒന്ന് പകച്ചു പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ കണ്ടുപിടിക്കണം എന്നും പറയുന്നുണ്ട്. വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ആലീസ് ഇപ്പോൾ ഇഗ്നാഷ്യോയുടെ അടുത്തേക്കാണ്. അവൻ ആ ഒരു മഴയത്ത് പെട്ടതുകൊണ്ട് തന്നെ അവൻ എന്തൊക്കെയോ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലീസ് വന്ന് അവനോട് ക്ഷമ ചോദിക്കുകയാണ്. എനിക്ക് അറിയില്ലായിരുന്നു, അതൊന്നും കുഴപ്പമില്ലാന്ന് ഇഗ്നാഷ്യോ പറയണം. ശരിക്കും നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്ന് ആലീസിനോട് ചോദിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഞാനൊരു പേഷ്യന്റ് അല്ല, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വ്യക്തമായ ഒരു പദ്ധതിയുമായിട്ടാണ്. ഇവിടെ കുറച്ചു കാലം മുന്നേ ഒരു മർഡർ നടന്നില്ലേ, അത് അന്വേഷിക്കാൻ വേണ്ടി തന്നെ. ഓ, അതിനാണോ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ആ പയ്യനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും അറിയാം ഇഗ്നാഷ്യോ എന്ന് ആലീസ് ചോദിച്ചപ്പോൾ ഇഗ്നാഷ്യോ പറയാണ്, എനിക്കറിയില്ല, ഒരു ആവശ്യമില്ലാതെ ആ പയ്യനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഷോക്ക് കൊടുക്കുക, ആവശ്യമില്ലാത്ത ട്രീറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ അന്ന് ആ ഒരു സംഭവം നടന്നില്ലേ, അന്ന് രാത്രി ഇവിടെ വെച്ചൊരു പേഷ്യന്റിനെ മിസ്സായിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്ന് ഇഗ്നാഷ്യോട് ചോദിച്ചപ്പോൾ അത് മറ്റേ ആ ഒരു പക്രു ഉണ്ടല്ലോ, വലിയ ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ആ ഒരു ചങ്ങായി, അയാൾ തന്നെ. ഇതേ സമയത്ത് തന്നെ പക്രുവിന്റെ പിന്നാലെ പോകാൻ ആലീസ് തീരുമാനിക്കുകയാണ്. ഈ പക്രുവിനെ നോക്കുകയാണെങ്കിൽ പുറത്തുണ്ടായിരുന്ന ഏതോ ഒരു സെർവന്റുമായിട്ട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരെ ആലീസ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും ഈ സ്ത്രീ എന്തോ ഉപദ്രവിച്ചുകൊണ്ട് ഇവൻ കാട്ടിലേക്ക് ഒരു ഏറ്റവും ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. ഈ സ്ത്രീ ആണെങ്കിൽ ഒരുമാതിരി എന്തോ ആകെ പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ആലീസ് എന്താ കാര്യം ചോദിക്കുമ്പോൾ അതൊരു കുട്ടിച്ചാത്തനാണ്, പ്രാന്തൻ, അതിനൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആലീസ് ചോദിക്കുകയാണ്, അല്ല അവൻ എങ്ങോട്ടേ പോയെന്ന് ചോദിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് ഓടിപ്പോയി എന്ന് പറയാണ്. ഇപ്പോൾ അവൻ പോയ ആ ഒരു വഴിയുടെ പിന്നാലെ തന്നെ ആലീസ് ചെല്ലുന്നുണ്ട്. ഇവിടെ വീണ്ടും സീൻ കട്ടായി പാസ്റ്റിൽ കാണിക്കുകയാണ്. ഡോക്ടർ സാമുവൽ ആ ഒരു ഡിറ്റക്റ്റീവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷന്റെ പേരിൽ ഇവിടെ വെച്ച് ഇങ്ങനെ ഓരോന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും, അത് ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു പരിപാടി ഇവിടെ വെച്ച് നിർത്തണം. എന്തായാലും നിങ്ങൾ ഈ ഒരു ആളെ
കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ കോർട്ടിലേക്ക് പോകും. അവസാനം അയാൾ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും. ഇതിങ്ങനെ തന്നെ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ നമ്മളൊരു പ്രശ്നത്തിന് വേണ്ടി നിൽക്കുന്നത്, ഇത് ഇങ്ങനെ അങ്ങ് തീർത്തൂടെ എന്നൊക്കെ ഈ ഡോക്ടർ പറയുന്ന സമയത്ത് ഒരു കോഡ് വരുന്നുണ്ട്. കാണാതായ ആളെ കിട്ടി എന്ന് പറയാണ്. ഇവിടെ സീൻ കട്ടായി വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ്. ആലീസ് ഇപ്പോൾ ആ ഒരു കാട്ടിന്റെ ഉള്ളിലേക്ക് പോയില്ലേ, അതായത് ഈ പക്രുവിന്റെ പിന്നാലെ. പക്ഷെ കാട്ടിൽ വെച്ച് അവനെ കാണാൻ കഴിഞ്ഞില്ല. ഈ കാട് എന്ന് പറയുമ്പോൾ ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള കാടൊന്നുമല്ല, ഈ പേഷ്യൻസിന് വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു തോട്ടാണിത്. ഇവർക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഇതിന്റെ പുറത്തേക്ക് പോകാനൊന്നും കഴിയില്ല. ചുറ്റും മതിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരാൾ ചാടി വന്ന് വീഴാണ്. നോക്കുമ്പോൾ റെമോ ആയിരുന്നു. റെമോക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ആലീസിനെ. ചിച്ചി വാ ഞാനൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഈ ആലീസിനെ കൂട്ടിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മരച്ചില്ലകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകണം. അതിന്റെ ഉള്ളിൽ തന്നെ അവന്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. സിസ്റ്റർ ആണെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ അവൾ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക ചെയ്യുക. അവളുടെ കൂടെ എപ്പോഴും ഈ റെമോ ഉണ്ടാവും ചെയ്യും. അതുപോലെ തന്നെ റെമോ പറയാണ്, നിങ്ങൾ ആരാന്നറിയോ, ദാ എന്റെ അനിയത്തിയുടെ അമ്മയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റിമെന്റൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആലീസും അതിന് നിന്നു കൊടുക്കുകയാണ്. കാരണം മെന്റലി അത്ര വളർച്ചയില്ലാത്ത പിള്ളേരല്ലേ എന്നെല്ലാം കരുതിയിട്ട്. ഇതേ സമയത്താണ് ആലീസ് വിചാരിക്കുന്നത്, ഞാനിപ്പോൾ എന്തിനും ഇങ്ങോട്ടേക്ക് വന്നത്, ആ ഒരു പക്രുവിനെ പിടിക്കാനല്ലേ. ഇതേ സമയത്ത് എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ആലീസ് എന്ന് നോക്കുമ്പോൾ ഈ പക്രു ആലീസിന്റെ മേത്തേക്ക് ചാടി വീഴുന്നുണ്ട്. മാത്രമല്ല അപ്പൊ അവള് നിലത്തേക്ക് വീണ് ആ ആഘാതത്തിൽ അവളുടെ ആ ഒരു ബോധം അപ്പം തന്നെ പോവാണ്. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ അവൾ ആ ഒരു മെന്റൽ ഹോസ്പിറ്റലാണ്. മാത്രമല്ല അവളുടെ കൈയും കാലൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഡോക്ടർ സീസർ ഉണ്ട്. ഇപ്പൊ സീസറിനോട് ഇത് എന്തൊക്കെയാന്ന് ആലീസ് ചോദിക്കുമ്പോൾ സീസർ പറയാണ്, അത് നീ തന്നെയാ പറയേണ്ടത്. എന്തൊക്കെയാ ഡോക്ടർ നിങ്ങൾ ഈ പറയുന്നത്, എന്താ ഇവിടെ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഡോക്ടർ സീസർ പറയാണ്, കാട്ടിൽ വെച്ച് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾക്ക് നിന്നെ കിട്ടിയത്. എന്ന പ്രശ്നം അതല്ല, നിന്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരാള് മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു, ആ ഒരു പക്രു ഉണ്ടല്ലോ അവൻ തന്നെ. ഇത് കേട്ടപ്പോൾ ആലീസ് ശരിക്കും ഷോക്കായി പോവാണോ, അവൻ മരിച്ചുപോയോ? ഈ സമയത്താണ് ആലീസിന് ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ആലീസ് ഇങ്ങനെ നിലത്ത് വീണപ്പോൾ അവൾക്ക് എഴുന്നേൽക്കാൻ പറ്റാതായപ്പോൾ ഈ പക്രു ഓൾറെഡി ഒരു വൃത്തികെട്ടവനാണ്. ഇവൻ നമ്മുടെ ഈ ആലീസിനെ അബ്യൂസ് ചെയ്യാൻ നോക്കി. ഇതേ സമയത്ത് തന്നെ ഒരാൾ ഒരു വടി വെച്ച് പക്രുവിന്റെ തലക്കിട്ട് ഒരൊറ്റ അടി അടിക്കുന്നത് ആലീസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ അവളുടെ ആ ഒരു ബോധവും പോയി. സോ അടിച്ച ആൾ ആരാണെന്ന് ആലീസിന് അറിയില്ല. പക്ഷേ ആ അടിയിൽ ഈ പക്രു മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ പഴി ഇപ്പോൾ നമ്മുടെ ആലീസിന്റെ തലയിലാണ് വന്ന് വീണിരിക്കുന്നത്. ഇനിയിപ്പോൾ ആലീസ് എന്തൊക്കെ പറഞ്ഞാലും ഇതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ സമയത്താണ് ഈ ഹോസ്പിറ്റലിന്റെ ഹെഡ് ആയിട്ടുള്ള സാമുവൽ, ഡോക്ടർ സാമുവൽ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ആലീസ് ഈ ഒരു ആശുപത്രിയിലേക്ക് എത്തിയതിനു ശേഷം ഡോക്ടർ സാമുവൽ ഇവിടെ ഇല്ലായിരുന്നു. അതായത് സാമുവലിനെ നമ്മൾ കാണുന്നതൊക്കെ ആ ഒരു പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു സംഭവത്തിലാണ്. അപ്പൊ എന്തായാലും ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്ന് ഡോക്ടറെ നേരിട്ട് കണ്ടപ്പോൾ ആലീസിന് സമാധാനമാവണം. ആശ്വാസമായി, ഡോക്ടർ എത്തിയല്ലോ, ഡോക്ടർക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. എന്തായാലും ഡോക്ടർ സീസറോട് അവിടുന്ന് പോകാൻ വേണ്ടി സാമുവൽ പറയാണ്. അപ്പൊ അത് അങ്ങോട്ടേക്ക് വന്നു ആലീസിന്റെ ഒരു കെട്ടുകളെ കഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നേരെ അവിടെ ഇരുന്നിട്ട് ആലീസ് പറയാണ്, സോ ഡോക്ടറെ നിങ്ങളെ കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ആശ്വാസമായത് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസും കൂടെ എനിക്ക് കിട്ടാണ്ട്, അത് കിട്ടിയാൽ മാത്രമേ അന്വേഷണം എനിക്ക് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. എന്തായാലും ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് കിട്ടിയ ഒരു ചുമതല, എനിക്ക് ആ ഒരു മർഡർ അതാരാ ചെയ്തെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഡോക്ടർ സാമുവൽ ചോദിക്കുകയാണ്, അല്ല ആലീസ് നീ എന്തൊക്കെ ഈ പറയുന്നത്, നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നീ ഇങ്ങോട്ടേക്ക് വന്നത് കേസ് അന്വേഷിക്കാനല്ല. നിന്റെ ഭർത്താവിനെ 3 തവണയാണ് നീ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയത്. ഇത് കേട്ടപ്പോൾ ആലീസ് ആകെ ഞെട്ടിപ്പോണ്. ഡോക്ടറെ നിങ്ങൾ എന്താ പറയുന്നത്, എന്നെ കളിപ്പിക്കില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സാമുവൽ പറയാണ്, കളിപ്പിക്കുന്നത് ഞങ്ങളല്ല നീയാണ്, മര്യാദക്ക് ഞങ്ങളുടെ കൂടെ നിന്നോ, ചികിത്സ പൂർത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് പറയുമ്പോൾ ശരിക്കും ആലീസ് ഷോക്കായി പോകുന്നുണ്ട്. അതുപോലെ തന്നെ അവളൊന്ന് വയലന്റ് ആയി പോവാണ്. ഡോക്ടറെ പിടിച്ച് തള്ളുന്നുണ്ട്. അപ്പോഴേക്കും ബാക്കിയുള്ള ഒരു ഡോക്ടേഴ്സ് വരുന്നുണ്ട്. അവളെ ബലമായിട്ട് പിടിച്ചു വെച്ച് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുകയാണ്. അവളുടെ ആ ഒരു ബോധം പോയി. സത്യം പറയുകയാണെങ്കിൽ കേസുമായിട്ട് അത് അന്വേഷിക്കാനായിട്ട് ആലീസ് ഇങ്ങോട്ടേക്ക് വന്നു. അവസാനം ഈ ആശുപത്രിയിൽ 8ന്റെ നിലയിൽ പെട്ടുകിടക്കുകയാണ്. ആ ഒരു മരുന്നിന്റെ എഫക്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ആലീസിന് ബോധം വന്നു. അങ്ങോട്ടേക്ക് ഇപ്പൊ ആ ഒരു ഡോക്ടർ ലിവാന വന്നിട്ടുണ്ട്. ലിവാന എപ്പോഴും ആലീസിനോട് നല്ല രീതിയിലാണ് പെരുമാറുക. ഇപ്പൊ ലിവാനയോട് ആലീസ് കാര്യങ്ങൾ പറയാണ്, ഇതിങ്ങനെ ഒരു മർഡർ ഇവിടെ എവിടെയോ നടന്നിട്ടുണ്ട്, ഞാൻ അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്. പക്ഷെ ഡോക്ടർ സാമുവലിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പിന്നീട് എന്തിനാണ് അയാൾ ഇങ്ങനെ മാറ്റി പറയുന്നത് എന്ന് എനിക്കറിയില്ല. സോ ലിവാനിയും ആ ഒരു കാര്യത്തിൽ കൺവിൻസ് ആവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂടുന്നുണ്ട്. മാത്രമല്ല ഈ ഡോക്ടേഴ്സിനോട് ആലീസ് നേരിട്ട് തന്നെ സംസാരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പത്രത്തിൽ ഞാനൊരു വാർത്ത കണ്ടു, ഇതുപോലെ ഈ ആശുപത്രിയിൽ വെച്ച് ഒരു പയ്യൻ മരണപ്പെട്ടു പോയി. ആ പയ്യന്റെ അച്ഛന്റെ ഫോട്ടോ ഞാൻ പത്രത്തിൽ കണ്ടു. മാത്രമല്ല അതൊരു കൊലപാതകമായിട്ട് കാണിക്കാതെ ആത്മഹത്യയാണെന്നാണ് ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് പോയത്. എന്നാൽ ആ ഒരു മനുഷ്യന്, ആ ഒരു കുട്ടിയുടെ അച്ഛന് നല്ല സംശയം ഉണ്ടായിരുന്നു ഇതൊരു കൊലപാതകമാണെന്ന്. മാത്രമല്ല അയാൾക്ക് ഈ ആശുപത്രിയിൽ നിന്നും ഒരു ലെറ്റർ ആരോ ഒരാൾ അയച്ചിട്ടുണ്ട്, അതായത് കൊലപാതകം നടത്തിയത് ഞാനല്ല അത് നിങ്ങളാണ് എന്ന രീതിയിൽ. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടെ ഒരു പാർട്ടിയിൽ പോയ സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഭർത്താവാണ് ആ ഒരു മനുഷ്യനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അതായത് ഇവിടെ വെച്ച് മരണപ്പെട്ടു പോയ ആ ഒരു പയ്യന്റെ അച്ഛനെ. ഞാനൊരു ഡിറ്റക്റ്റീവ് ആണെന്നുള്ള കാര്യം അയാൾ അറിഞ്ഞ സമയത്ത് പേഴ്സണലായിട്ട് തന്നെ ആ മനുഷ്യൻ എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തിന് നല്ല സംശയമുണ്ട്, അദ്ദേഹത്തിന്റെ മകനെ ആരോ ഒരാൾ കൊന്നതാണ്. ആരൊക്കെയോ ആശുപത്രിയിലെ ചില ആൾക്കാർ ഇതിനെ മറച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. സോ അതിനു വേണ്ടിയിട്ടാണ് ഒരു പേഷ്യന്റിന് പോലെ വേഷം മാറിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആശുപത്രിയുടെ ഉള്ളിൽ വെച്ച് ആ ഒരു കൊലപാതകി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. അതായത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വായിച്ച ആ ഒരു ഡോക്ടറുടെ ലെറ്റർ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറാണ് ആ ഒരു ലെറ്റർ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരാനുള്ള എൻ്റെ ഹസ്ബൻഡിന്റെ ആ ഒരു സൈനും കാര്യങ്ങളൊക്കെ അത് അദ്ദേഹത്തെ കബളിപ്പിച്ചുകൊണ്ട് മറ്റൊരു പേപ്പറിൽ സൈൻ ചെയ്യുന്നത് പോലെ ആക്കിയിട്ട് അദ്ദേഹം പോലും അറിയാതെയാണ് ആ ഒരു സൈൻ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ ഇടിയിപ്പിച്ചത് തന്നെ. എൻ്റെ ഭർത്താവിന് ഈ കാര്യമൊന്നും അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഉദ്ദേശം ആ ഒരു കേസ് കണ്ടുപിടിക്കുക, ആ ഒരു കൊലപാതകയെ
കണ്ടുപിടിക്കാതെ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ സാമുവലിന് അറിയാം. പക്ഷെ എന്തിനാണ് ഇപ്പോൾ അത് ഇവിടെ വെച്ച് മാറ്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കേട്ടപ്പോൾ ഡോക്ടർ സാമുവലിന് ആകെ ദേഷ്യം വരികയാണ്. നീ ആരടി എന്നെ കള്ളനാക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളും ചൂടാവുകയാണ്. പിന്നീട് ഈ ഡോക്ടർ സീസർ, ഡോക്ടർ ലിവാന ബാക്കിയുള്ളവരെയും കൂട്ടിയിട്ട് പോയിട്ട് ഇപ്പോൾ ഈ ഡോക്ടർ സാമുവൽ സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്? അവൾ നിങ്ങളോടെല്ലാം കള്ളം പറയാണ്, നിങ്ങളെ നന്നായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഇതൊന്നും ബാക്കിയുള്ള ഡോക്ടേഴ്സ് വിശ്വസിക്കുന്നില്ല. ഇവർ പറയണ ഡോക്ടറെ അവളുടെ സംസാരം നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അവളുടെ ഒരു ഫാമിലി ഡോക്ടറെ വിളിച്ച് സംസാരിക്കാം, അതുപോലെ തന്നെ ആലീസിന്റെ ഹസ്ബൻഡിനെയും വിളിച്ച് സംസാരിക്കാം. ഇത് കേട്ടപ്പോൾ വീണ്ടും ഈ ഡോക്ടർ സാമുവൽ വെറുതെ ഇങ്ങനെ പരിയും കളിക്കുകയാണ്. എന്നിട്ട് പറയാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ആശുപത്രിയുടെ റെപ്യൂട്ടേഷന് ബാധിക്കും. ഇതെങ്ങാനും സത്യമാണെങ്കിൽ അവളൊരു പേഷ്യന്റ് തന്നെയാണെങ്കിൽ ഒരു പേഷ്യന്റ് നമ്മൾ മുഴുവൻ കബളിപ്പിച്ചതായിട്ട് വരില്ലേ? പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ എത്രത്തോളം താന്നു പോകുന്ന നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതിങ്ങനെ ഡോക്ടർ സാമുവൽ പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ ഡോക്ടർ സാമുവൽ ഇയാളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായീകരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ഈ ആലീസ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ലേഡി തന്നെയാണ്. ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ ആ ഒരു സ്വത്തും കാര്യങ്ങളൊക്കെ അനാവശ്യമായിട്ട് ദൂർത്തടിച്ചിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവർ ചതിക്കപ്പെട്ടു എന്ന്. അതുകൊണ്ടായിരിക്കണം 3 തവണയായിട്ട് ആലീസ് അയാളെ കൊല്ലാൻ നോക്കിയത്. പക്ഷെ അതെല്ലാം പാളിപ്പോയി. എന്നൊരു സമയത്ത് ഇവളുടെ ഹസ്ബൻഡ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഫാമിലി ഡോക്ടറുമായിട്ട് ഈ ആലീസിന്റെ ഹസ്ബൻഡ് സംസാരിക്കുന്നത് മിക്കവാറും അവള് കേട്ടിട്ടുണ്ടാവും. അതായത് അവളെ അയക്കാൻ പോകുന്നത് ഈ ആശുപത്രിയിലേക്കാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവരുടെ ആ ഒരു പ്ലാനിൽ നിന്നും ഒരിക്കലും ആലീസിന് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല എന്നും ആലീസിന് ബോധ്യമായി. അതുകൊണ്ടാണ് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാനായിട്ട് അവൾ മറ്റൊരു വിദ്യ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നൊരു കാര്യം ഈ ഡോക്ടർ സാമുവൽ പറയുന്നത് ബാക്കിയുള്ളവർക്കൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാറേ ഇതൊക്കെ ഒരു കാരണമാണ്, ഇതൊക്കെ സാറിന്റെ ഒരു തോന്നലല്ലേ എന്ന് പറയുമ്പോൾ ഇപ്പൊ അങ്ങോട്ടേക്ക് ഇഗ്നാഷ്യോ വരികയാണ്. കൂടെ തന്നെ ആലീസും ഉണ്ട്. ഇപ്പൊ ഇഗ്നാഷ്യോക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് ഡോക്ടർ സാമുവൽ ചോദിച്ചപ്പോൾ ഇതുപോലെ ആലീസ് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇഗ്നാഷ്യോ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ആ ഒരു പക്രുവും പോകുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു സമയത്ത് ഈ ആലീസിനെ പക്രു ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾ അബ്യൂസ് ചെയ്യാനും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ ഇടയ്ക്ക് വീണ പക്രുവിന് പരിക്ക് ഓൾറെഡി ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവ മരണപ്പെട്ടു പോയത്. അതായത് പക്രുവിന്റെ മരണത്തിൽ ഈ ആലീസിന് ഒരു ബന്ധവും ഇല്ലാന്ന് ഇവിടെ വെച്ചിട്ട് നേരിട്ട് കണ്ട ദൃസാക്ഷിയായിട്ടുള്ള ഈ ഇഗ്നാഷ്യോ പറയാണ്. എന്നിരുന്നാലും ഈ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ള ഡോക്ടേഴ്സിനും ആലീസിനെ അത്ര അങ്ങോട്ട് വിശ്വാസമാവുന്നില്ല. എന്താന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കോൾ കണക്ട് ആവുന്നില്ല, ഫാമിലി ഡോക്ടറെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇനി പാകെ വിളിച്ചാൽ കിട്ടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കി എന്ന് പറയുന്നില്ല, ഒരു വ്യക്തി അയാളാണ്. ഇപ്പൊ അയാൾ ആലീസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആലീസ് അയാൾ ഇങ്ങനെ നോക്കുകയാണ്, ഇതേതാ ആള്, ഇയാളൊന്നല്ല എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയത്. അത് നമുക്കും അറിയാലോ അല്ലേ, കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത് മറ്റൊരാളെയാണല്ലോ. ഇപ്പൊ ആലീസ് പറയാണ് ഇയാളല്ല ഇങ്ങനെ കൊണ്ടാക്കിയത്, ഇയാളല്ല എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. ഇതേ സമയത്തിന് ആലീസിനോട് ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും പറയുന്നുണ്ട്, ആലീസ് നിങ്ങൾ പറഞ്ഞ ആ ഒരു പേരിലുള്ള വ്യക്തി അത് ഇയാളാണ്. ഇവിടെ വെച്ച് ആലീസിന് എന്തോ വലിയൊരു ട്രാപ്പിൽ വീണ്ടും പെട്ടതുപോലെ തന്നെ തോന്നുകയാണ്. അവളാകെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്, വയലന്റ് ആവുന്നുണ്ട്. എല്ലാവരും കൂടെ അവളെ പിടിച്ചുകൊണ്ടുവാണ് വീണ്ടും മയങ്ങാനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതിന് ശേഷമാണ് ആലീസിന് ശരിക്കുള്ള ആ ഒരു ഭ്രാന്താശുപത്രിയിൽ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കിട്ടാൻ തുടങ്ങിയത്. ഷോക്ക് അടിപ്പിക്കുക, പവർഫുൾ ആയിട്ട് അവളുടെ ദേഹത്തേക്ക് വെള്ളടിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഈ ഭ്രാന്താശുപത്രിയിൽ നടക്കുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ടോർച്ചറിങ് ആണോന്ന്. എന്തായാലും ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ ആകെ ക്ഷീണിച്ച് പോയിട്ടുണ്ട്. അവൾ ഭയങ്കരമായിട്ട് അവശയായി പോവാണ് കേട്ടോ, തളർന്നു പോയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ അവളെ ഏറ്റവും കൂടുതലായിട്ട് ഭ്രാന്ത് കാണിക്കുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ അവരുടെ കൂട്ടത്തിലേക്ക് എടുത്തുകയാണ്. മാത്രമല്ല ഈ സമയത്ത് അവൾ ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും അവൾക്ക് പറ്റിയ ആ ഒരു ചതിയെന്ന്. ഇവിടെ വെച്ചാണ് അവളൊരു കാര്യം ചിന്തിക്കുന്നത്. എങ്ങനെയാണ് മരണപ്പെട്ടു പോയ ആ ഒരു കുട്ടിയുടെ അച്ഛനെ അവൾ ആദ്യമായിട്ട് കാണുന്നത്? വീട്ടിൽ വന്ന ആ ഒരു പത്രത്തിലെ ചിത്രത്തിലൂടെയാണ്. മാത്രമല്ല ആ മനുഷ്യനെ ആദ്യമായിട്ട് പാർട്ടിയിൽ വെച്ച് ആലീസിന് പരിചയപ്പെടുത്തി കൊടുത്തതും ആലീസിന്റെ ഭർത്താവായിരുന്നു. അതായത് അവൾ എന്ന് കണ്ട ആ ഒരു പത്രത്തിലെ ചിത്രം ഉണ്ടല്ലോ, അത് ആ വീട്ടിലേക്ക് വന്ന ആ ഒരു പത്രത്തിലെ ചിത്രം മാത്രമായിട്ട് ആലീസിന്റെ ഭർത്താവ് അവളെ പരിചയപ്പെടുത്താൻ പോകുന്ന ആളുണ്ടല്ലോ, അയാളുടെ ഫോട്ടോ വെച്ച് പ്രിന്റ് ചെയ്തെടുത്തതാണ് ആലീസിനെ കാണാൻ വേണ്ടി മാത്രം. അങ്ങനെ ആ വന്ന ആളും അതുപോലെ തന്നെ ആലീസിന്റെ ഭർത്താവും ചേർന്ന് ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണിത്. അങ്ങനെ അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് അവൾ ഡിക്റ്റേറ്റീവ് ആണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവളെ പുറത്തിറക്കാനും പോകുന്നില്ല. ഇവരെ അവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ആശുപത്രിയിലേക്ക് വരണമെങ്കിൽ ഭർത്താവിന്റെ സൈൻ വേണമല്ലോ. അപ്പൊ അയാൾ അറിയാതെ മറ്റൊരു പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കുന്ന പോലെ ആലീസ് ചെയ്യിപ്പിച്ചല്ലോ. എന്നാൽ അയാൾക്ക് നന്നായിട്ട് അത് അറിയാമായിരുന്നു ഇവളെ ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കാനുള്ള ആ ഒരു പേപ്പറിലേക്ക് ഇടുന്ന സൈൻ തന്നെയാണിതെന്ന്. പക്ഷേ ഈ സമയത്ത് ആലീസ് ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതുപോലെ ഡോക്ടർ ലിവാന, ഡോക്ടർ സീസർ ഇവർക്ക് രണ്ടുപേർക്കും ആലീസിനോട് ഇങ്ങനെ ചെയ്യുന്നതിന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവളെ നോർമൽ വാർഡിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പൊ ആലീസ് സത്യങ്ങളൊക്കെ ഇവരോട് പറയുന്നുണ്ട്. ഇതെന്റെ ഭർത്താവ്, ഫാമിലി ഡോക്ടർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ MD ആയിട്ടുള്ള ഡോക്ടർ സാമുവൽ, ഇവർ 3 പേരും ചെയ്ത പ്ലാനിംഗ് ആണ്. അയാൾക്ക് തീർച്ചയായിട്ടും ഒരു തുക കിട്ടിയിട്ടുണ്ടാവും, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മാത്രമല്ല എന്റെ ഭർത്താവ് എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ഈ സമയത്ത് എന്റെ അക്കൗണ്ട് 0 ആയിട്ടുണ്ടാവും. അതിൽ ആ ഒരു കാശ് മുഴുവൻ അയാൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ആലീസ് പറയുന്ന ആ ഒരു കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്നും ഡോക്ടർ സീസറും അതുപോലെ തന്നെ ലിവാനിയും വിശ്വസിക്കുന്നില്ല. പകരം ഇവരെന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞതുപോലെ തന്നെ ആലീസിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാൻ വേണ്ടി ഡോക്ടർ സീസർ പോവാണ്. പക്ഷെ ഇതുപോലെ ഒരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഒരാൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതിന് ആദ്യം പോലീസുകാരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ എടുക്കണം. നമ്മൾ നേരത്തെ ആശുപത്രിയിൽ ഒരു മർഡർ നടന്നപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് അത് അന്വേഷിക്കാൻ വേണ്ടി വന്നില്ലേ, ആ ഡിറ്റക്റ്റീവിന്റെ അടുത്തേക്ക് തന്നെ ഒരു ഇൻസ്പെക്ടറാണ്, മൂപ്പരുടെ അടുത്തേക്കാണ്
ഇപ്പൊ ഡോക്ടർ സീസർ ചെല്ലുന്നത്. എന്നാൽ ആ അക്കൗണ്ട് പരിശോധിക്കാനുള്ള പെർമിഷൻ ഇവന്, അതായത് ഡോക്ടർ സീസറിന് കൊടുക്കുന്നില്ല. എന്നാൽ സീസർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഡിറ്റക്റ്റീവ് ഇയാളുടെ ആളുകളോട് പറയാണ് പോയിട്ട് ആ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചിട്ട് വാന്ന്. അതായത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കലും അതിന്റെ രഹസ്യം കണ്ടുപിടിക്കലും പോലീസുകാരുടെ ചുമതലയാണല്ലോ. മാത്രമല്ല ഡോക്ടർ സാമുവലിന്റെ മുറിയിലേക്ക് അവിടുത്തെ ഫയലുകൾ തപ്പിയെടുക്കാനായിട്ട് ഡോക്ടർ ലിവാന് ചെന്നു. അവിടെ ആലീസിന്റെ ഫയൽ ഉണ്ടായിരുന്നു, അതിലൊരു ചെക്കും ഉണ്ടായിരുന്നു. ആ ചെക്കിൽ നല്ലൊരു എമൗണ്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് ഡോക്ടർ സാമുവലിന്റെ പേരിൽ. ഇപ്പൊ അങ്ങോട്ടേക്ക് സാമുവൽ വരികയാണ്. ഡോക്ടറോട് കാര്യങ്ങൾ ഈ ലിവാന ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്തിനാണ് ആലീസിന്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തന്നത്? ഇപ്പൊ ഡോക്ടർ പറയാണ് അത് പിന്നെ നമ്മുടെ ഈ ആശുപത്രിക്ക് വേണ്ടി തന്നെയാണ്, അല്ലാതെ എനിക്ക് വേണ്ടി തന്നതെന്നല്ല. അങ്ങനെയാണെങ്കിൽ സാറേ ആശുപത്രിയുടെ പേരിൽ തന്നാൽ പോരെ, ഇതെന്തിനാ നിങ്ങളുടെ പേരിൽ തരുന്നത്? ഇതേ സമയത്ത് തന്നെ ഡോക്ടർ സാമുവൽ ഇതിനെ ന്യായീകരിക്കുകയാണ്. അത് ആദ്യം എന്റെ പേരിൽ തരും, എന്നിട്ട് അത് ആശുപത്രിയുടെ പേരിലേക്കാക്കും. എന്തായാലും ഇവിടെ വെച്ച് ഏകദേശം ലിവാനിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അതായത് ആലീസിന് 8 പണി കൊടുത്തതാണ് ഈ ഡോക്ടർ സാമുവലും അവളുടെ ഹസ്ബൻഡും അതുപോലെ തന്നെ അവന് ഫാമിലി ഡോക്ടറും കൂടിയിട്ട്. എന്തായാലും ഡോക്ടർ സാമുവലിന് ഇതിനുശേഷം ഭയങ്കര സംശയം തോന്നി. പെട്ടെന്ന് തന്നെ ആലീസിന്റെ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൾ ഇല്ലായിരുന്നു. എല്ലാ പേഷ്യൻസ് ഉള്ള ഭാഗത്തേക്ക് ചെന്ന് നോക്കി, അവിടെ ഇല്ലായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ടേബിളിന്റെ അടിയിൽ നിന്നും ആലീസ് പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസ് തന്നെയാണ് അവളെ ഒളിച്ചിരിക്കാൻ വേണ്ടി സഹായിച്ചത്, പ്രത്യേകിച്ചും ആ ഒരു ഇഗ്നാഷ്യോ. ഇപ്പൊ അവന്റെ കയ്യിൽ സിഗരറ്റ് എല്ലാം വലിക്കാനായിട്ട് ഒരു ലൈറ്റർ ഉണ്ടല്ലോ, അത് ആലീസ് ചോദിക്കുകയാണ്. ഇഗ്നാഷ്യോ അത് കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല എവിടുന്നൊക്കെ ഒരു ഇച്ചിരി മണ്ണെണ്ണ കണ്ടുപിടിച്ചിട്ട് അവൾ രാത്രിയായപ്പോൾ ആശുപത്രിയുടെ പല ഭാഗത്തായിട്ട് ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് അത് തീ കൊളുത്താനും നിൽക്കുന്നുണ്ട്. ഇതേ സമയത്തിന് ഡോക്ടർ ലിവാനിയെ ഡോക്ടർ സീസർ വിളിക്കുകയാണ്. ഇതുപോലെ ഡോക്ടർ സീസർ ഇപ്പോൾ ഉള്ളത് ആലീസിന്റെ വീട്ടിലാണ്. ആ വീടാണെങ്കിൽ ആലീസ് പറഞ്ഞതുപോലെ തന്നെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ്. ഫുള്ള് ആകെ അലങ്കോലമായിട്ട് അവിടെ ആരുമില്ല. ആലീസ് പറഞ്ഞതുപോലെ തന്നെ അവളുടെ ആ ഒരു കാശുമായിട്ട് അവളുടെ ഹസ്ബൻഡ് മുങ്ങിയിട്ടുണ്ടാവും. അവൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. ഇപ്പൊ ഡോക്ടർ ലിവാന് പറയണത് നീ വേഗം ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് തോന്നുന്നു. അതേ സമയത്ത് തന്നെ ആലീസ് നേരത്തെ തീ കൊളുത്താൻ നോക്കിയില്ലേ, ആ തീ പാളി പടർന്നിട്ടുണ്ട്. പല ഭാഗത്തുനിന്നും ആ ഒരു തീ പൊന്നുന്നുണ്ട്. ഇതിപ്പോ സെല്ലിൽ ഇരുന്നു കൊണ്ട് ഇഗ്നാഷ്യോ കാണുകയാണ്. സോ ഇങ്ങനെ ആ ഒരു തീ പിടിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇഗ്നാഷ്യോ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നേരെ ടാപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് ആ ടാപ്പില് പൈപ്പ് തുറന്നിട്ട് ആ ഒരു വെള്ളത്തിൽ അവൻ കൈവെക്കാണ്. ഇങ്ങനെ ഫോഴ്സിൽ വെള്ളം വരുമ്പോൾ അതിൽ കൈവെക്കുകയാണെങ്കിൽ അവനത് ഭയങ്കര റിയാക്ഷനാണ്. അങ്ങനെ റിയാക്ഷനായി കൈയൊക്കെ ആകെ പൊള്ളിയിട്ടുണ്ട്, കുമിള പോലെ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, ആകെ നിലവിളിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അറ്റൻഡർ ഓടി വരികയാണ്. നോക്കുമ്പോൾ ഇവനിങ്ങനെ നിലത്ത് വീണ് കരയാണല്ലോ. സോ പെട്ടെന്ന് തന്നെ ഡോക്ടർമാർ വിളിക്കാനായിട്ട് ആ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തേക്ക് ഓടിച്ചില്ലാണ്. ഈ അവസരത്തിൽ ഇഗ്നാഷ്യോ പുറത്തേക്ക് വരികയാണ്. അതായത് ആ ഒരു സെല്ല് വിട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള അവന്റെ ഐഡിയ മാത്രമായിരുന്നു അത്. എന്തായാലും അവന്റെ സെല്ലിൽ നിന്നും അവൻ പുറത്തേക്ക് വന്നപ്പോൾ ബാക്കിയുള്ള എല്ലാവരുടെയും സെല്ല് ഇതുപോലെ തുറന്നു കൊടുക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ഇഗ്നാഷ്യോ പറയാണ്. ഇതേ സമയത്ത് തന്നെ രക്ഷപ്പെടാനായിട്ട് ആലീസ് അവിടെ ഉണ്ടായിരുന്ന ഓരോ കോറിഡോറിന്റെ ഉള്ളിലൂടെ അങ്ങനെ പോകുമ്പോൾ ഒരു ഡോർ ഉണ്ടായിരുന്നു. അതിന്റെ നടുഭാഗത്തായിട്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു. ഈ ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് അത് തുറന്നിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. മാത്രമല്ല ആ സ്ഥലത്ത് മറ്റൊരാളെ കൂടെ ഉണ്ടായിരുന്നു, മറ്റേ ഒരു എലിഫന്റ് മാൻ ഉണ്ടല്ലോ, ഇയാൾ തന്നെ. എന്തായാലും ആലീസ് ഇത് വലിയ കാര്യമാക്കുന്നില്ല, കാരണം അയാൾക്ക് ഓൾറെഡി ഒരു ഞെട്ട് ലൂസാണല്ലോ. സോ അയാളെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവൾ മുന്നോട്ടേക്ക് തന്നെ. ഇതേ സമയത്ത് തന്നെ ഇഗ്നാഷ്യോ എല്ലാ പേഷ്യൻസിന്റെ അടുത്തും പുറത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ ഇടക്ക് റെമോ അവന് ഇടക്കിടക്ക് സഹോദരി എന്ന് പറഞ്ഞെടുക്കുന്ന ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഡോക്ടേഴ്സ് ഒക്കെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോവാണ്. ഇതിങ്ങനെ ആരെങ്കിലും അവളെ കൊണ്ടുപോവാണെങ്കിൽ അവരുടെ പിന്നാലെ തന്നെ ഈ റെമോ ഉണ്ടാവും. ഇതെന്താ ഇവൻ അവരുടെ പിന്നാലെ പോവാത്തത് എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ മാത്രം ഇഗ്നാഷ്യോ നേരെ ഈ റെമോയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുകയാണ്. നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്, ഒരുപാട് തവണ കുത്തേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന ഈ റെമോയെ കാണുകയാണ്. ആകെ പേടിച്ചു പോയ ഇഗ്നാഷ്യോ അവനെ രക്ഷപ്പെടുത്താനായിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ഇഗ്നാഷ്യോയുടെ കയ്യിൽ രക്തമാവുന്നുണ്ട്. ഇവിടെ വെച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് തുടക്കം മുതലേ ഇടക്കിടക്ക് പാസ്റ്റിൽ നടന്നത് ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം കാണിക്കുന്നില്ലേ, എന്നത് ഫ്ലാഷ് ബാക്ക് അല്ലായിരുന്നു. അത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് നേരത്തെ തന്നെ ഇതിന്റെ ആ ഒരു ഡയറക്ടർ നമ്മളെ കാണിച്ചതാണ്, നമ്മുടെ കളിയെ ചെറുതായിട്ടൊന്ന് പറത്തിക്കാൻ വേണ്ടിയിട്ട്. അതായത് നമുക്കൊരു ഐഡിയയും തരാതെ തന്നെ ഈ സിനിമ നമ്മളെ കൊണ്ട് കണ്ടു തീർപ്പിക്കാനായിട്ട്. തുടക്കത്തിൽ ആലീസ് ഈ ആശുപത്രിയിലേക്ക് വരുമ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മരണപ്പെട്ടു പോയ പയ്യന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ആ ആള് തന്നെ ഒരു ഫേക്ക് ആയിരുന്നു. നമ്മുടെ ആലീസ് എന്താണോ സങ്കല്പിച്ചത് അതുപോലെ തന്നെ. യഥാർത്ഥത്തിൽ അവൾ ഈ ഒരു ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു മരണം പോലും നടന്നിട്ടില്ല. അവളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ആശുപത്രിയിലേക്ക് അവളുടെ ഭർത്താവും ആ ഒരു ഡോക്ടറും അതുപോലെ തന്നെ എല്ലാവരും കൂടെ കൊണ്ടുവന്ന് പെടുത്തിയതാണ്. ശരിക്കും ആക്ച്വലി നമ്മൾ കണ്ട ആ ഒരു കൊലപാതകം അല്ലെങ്കിൽ ആ ഒരു മരണം നടക്കുന്നത് ദാ ഇപ്പോഴാണ്. അവസാനം നടക്കുന്ന കാര്യങ്ങൾ തുടക്കത്തിൽ നമ്മളെ കാണിച്ച് കൺഫ്യൂസ് ചെയ്യിപ്പിച്ചേ എന്നേ ഉള്ളൂ. അതായത് ഈ കഥയെ 2 സെക്ഷൻ ആക്കി തിരിക്കാം. ഒന്നാമത്തേത് നമ്മുടെ ആലീസ് വന്നതിന് ശേഷം ആ ഒരു പാറ്റേണിൽ നടക്കുന്നത്. രണ്ടാമത്തേത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ബാക്ക് ആക്കി കാണിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു പയ്യൻ മരണപ്പെടുന്നത്, അതുമുതലുള്ള കാര്യങ്ങൾ. ശരിക്കും ഇതൊരേ കഥയുടെ 2 ഭാഗം മാത്രമാണ്. അതായത് ഈ പയ്യൻ മരണപ്പെടുന്നത് ശരിക്കും ദാ കുറച്ചു മുന്നേ നമ്മൾ കണ്ടതാണല്ലോ, ആ ഒരു സമയത്താണ്. ആലീസ് ഇങ്ങോട്ടേക്ക് വന്നു, അവള് രക്ഷപ്പെടാൻ നോക്കി. ഇതിന്റെ ഇടയിൽ തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തത്തിന് കാരണം അവള് തന്നെയാണ്. അങ്ങനെ ഇവിടെ മുഴുവൻ കോലാഹലങ്ങൾ ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിനെ മുഴുവൻ ഇഗ്നാഷ്യോ തുറന്നു വിട്ടു. ഇതിനിടയിലാണ് റെമോയെ ആരോ ഒരാൾ കൊന്നിരിക്കുന്നത്. സോ ഇതിനു ശേഷമാണ് ആ ഒരു ഡിറ്റക്റ്റീവ് ഇങ്ങോട്ടേക്ക് വരുന്നതും ഈ റെമോയെ കൊന്നത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കുന്നതും ഇതുപോലൊരു കണ്ണാടിയുടെ പീസ് കിട്ടിയതും പിറകിലെ വാതിലിന്റെ ചില്ല് അത് പൊട്ടിച്ചുകൊണ്ടാണ് കൊലപാതകി ഉള്ളിലേക്ക് വന്നത്. അതിൽ ആ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ടാണ് അവനെ കുത്തിയത്. ഈ കാര്യമെല്ലാം ഡിറ്റക്റ്റീവ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കൊലപാതകം നടന്നതൊന്നും നമ്മുടെ ആലീസ് അറിയുന്നില്ല കേട്ടോ. ആലീസ് അല്ല ഇത് ചെയ്തത്. എന്തായാലും അവൾ ഈ ഒരു ബഹളത്തിനിടയിൽ നേരെ മറ്റൊരു കോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു മഴയിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ഏകദേശം ഗേറ്റിന്റെ ആ ഒരു
ഭാഗത്ത് അവൾ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഗേറ്റിന്റെ അപ്പുറഭാഗത്തായിട്ട് ഒരാൾ വന്ന് നിൽക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് എന്താ പറയാ കണ്ടുപിടിക്കാനായിട്ട് വന്ന ഒരാളായിരുന്നു. അതൊരു ലേഡിയാണ്. സോ ഈ ഒരു സംഭവം കഥയുടെ മറ്റൊരു ഭാഗത്തിൽ വെച്ച് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഓഫീസർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെ കണ്ടു എന്ന് പറഞ്ഞല്ലേ, അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആലീസ് ആയിരുന്നു. എന്താ കാര്യം ആലീസ് ചോദിച്ചപ്പോൾ ഈ വന്ന സ്ത്രീയാണ് പറഞ്ഞത് ഇതുപോലെ ഉള്ളിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഇത് കേട്ട ആലീസ് വല്ലാതെ ഷോക്കായി പോയിട്ടുണ്ട്. മാത്രമല്ല ഡോക്ടർ സാമുവലിന് ഒരു കോള് നേരത്തെ വന്നിരുന്നല്ലോ. അതായത് ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പേഷ്യൻസിൽ ഒരാളെ കാണാതായി എന്ന് പറഞ്ഞിട്ട് അത് മറ്റാരുമല്ല നമ്മുടെ ആലീസിനെയാണ് കാണാതായി എന്ന് പറയുന്നത്. പക്ഷെ കാണാതായ ആലീസിനെ കിട്ടിയിട്ടുണ്ട്. അവൾ പുറത്തുള്ള ഒരു കാറിൽ കിടക്കുന്ന കണ്ടു എന്ന് പറയാണ്. എല്ലാവരും ഓടി ചെന്നിട്ട് പരിശോധിക്കുമ്പോൾ അത് ആലീസ് ആയിരുന്നില്ല. പകരം ഇങ്ങോട്ടേക്ക് മരിച്ചുപോയ ആളുടെ ആ ഒരു ബോഡി പരിശോധിക്കാൻ വന്ന ഗവൺമെന്റിന്റെ ആ ഒരു സ്റ്റാഫ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആലീസ് എവിടെ? ഇവിടെ വെച്ചാണ് ഡിറ്റക്റ്റീവിനും ഡോക്ടർ സാമുവലിനൊക്കെ മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. സ്ഥിരമായിട്ട് ഈ ഒരു പരിപാടിക്ക് വരുന്ന ലേഡി അത് ഇവരാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിതുപോലെ ബോധം കെടുത്തി ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവുക ആരായിരിക്കും? നമ്മുടെ ആലീസ് തന്നെ. അതായത് ആ ഒരു ഇൻസ്പെക്ടറുടെ സഹായി ഒരു സമയത്ത് വന്ന് പറഞ്ഞല്ലോ, എപ്പോഴും വരുന്ന ആ ഒരു ലേഡി അല്ല ഇപ്രാവശ്യം വന്നിരിക്കുന്നത്, മറ്റാരുമാണെന്ന്. അതായത് ഇങ്ങോട്ടേക്ക് വന്ന ഇൻസ്പെക്ടർക്ക് അറിയില്ല നമ്മുടെ ആലീസ് ആരാണെന്നും. മാത്രമല്ല ആ ഒരു ബോഡി പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടറും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇവർ ഒരുമാതിരി കുറെ നേരമല്ല ആ ഒരു ബോഡി അങ്ങനെ നോക്കി നിൽക്കുന്നത്? കാരണം എന്താ, നമ്മുടെ ആലീസിന് അത് ചെക്ക് ചെയ്യാനൊന്നും അറിയില്ല. അവൾ അങ്ങോട്ടേക്ക് വന്നത് റെമോയെ കാണാൻ വേണ്ടി മാത്രമാണ്. ഇവർക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ ആ ഒരു ബോഡിയുടെ അടുത്തുള്ളത് ആ ഒരു ഗവൺമെന്റിന്റെ സ്റ്റാഫ് അല്ല, അത് ആലീസ് ആണെന്ന്. ഇവർ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ശരിയാണ്, അവിടെ ആലീസ് തന്നെ ഉണ്ട്. എന്നാൽ അവിടെ വെച്ച് അവൾ രക്ഷപ്പെടാനൊന്നും നോക്കുന്നില്ല. ഇപ്പൊ അവളെ നോക്കിയിട്ട് ഡോക്ടർ സാമുവൽ പറയാണ്, ഇവിടെ ഈ ഒരു പയ്യൻ ഇതുപോലെ മരണപ്പെട്ട് കിടക്കാൻ കാരണം നീയാണ് ആലീസ്. എന്നാൽ ഇതിന് ആലീസ് എതിർക്കാനൊന്നും നിൽക്കുന്നില്ല. ശരിയാണ്, ഒരു രീതിയിൽ ഞാൻ കാരണമായിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരിക്കുന്നത് ഇവന്റെ മരണത്തിന് കാരണക്കാരൻ ആരാണ് അതെനിക്ക് കണ്ടുപിടിക്കണം. അന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പക്രു കാട്ടിൽ വെച്ച് എന്നെ ആക്രമിച്ചു എന്ന്. എന്റെ ബോധം നഷ്ടപ്പെടാൻ സമയത്ത് അവൻ എന്നെ അബ്യൂസ് ചെയ്യാനും നോക്കിയല്ലോ. ആ സമയത്ത് അവൻ അടിച്ചത് അത് മറ്റാരും ആയിരുന്നില്ല, ദാ ഇവിടെ ഈ മരണപ്പെട്ട് കിടക്കുന്ന ഈ റെമോയാണ്. ഇവന്റെ ബോഡി നോക്കി എത്ര തവണയാണ് ഗ്ലാസ് വെച്ച് അവന്റെ ശരീരത്തിലേക്ക് കുത്തിയിരിക്കുന്നത്. ക്രൂരമായിട്ട് അവന്റെ ശരീരത്തിൽ മർദ്ദിച്ചിട്ടുമുണ്ട്. മാത്രമല്ല എന്നെ ഒരു അമ്മയെ പോലെയാണ് ഇവൻ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ച പക്രുവിനെ അന്ന് അടിച്ചത് ഈ റെമോ തന്നെയാണ്. മിക്കവാറും അവനെ അടിച്ചു കൊന്നതും ഈ റെമോ തന്നെയാണ്. സോ ഈ പക്രുവിന് ഏറ്റവും ബന്ധപ്പെട്ട ആൾ ആരാണ് ഈ ആശുപത്രിയിൽ? അത് മറ്റാരുമല്ല, ആ ഒരു എലഫന്റ് മാൻ ആണ്. പല തവണയായിട്ട് ഈ റെമോയുടെ സഹോദരി ഈ എലഫന്റ് മാൻ കൂട്ടിക്കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട്. ആ സമയത്തെല്ലാം എലഫന്റ് മാനെ തടുത്തിരുന്നത് ഈ ഒരു റെമോ ആയിരുന്നു. ആ ഒരു ദേഷ്യമുണ്ട്. അതുപോലെ തന്നെ പക്രുവിനെ റെമോ കൊന്ന ആ ഒരു ദേഷ്യം അവനുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും പകയിൽ അവനെ കുത്തിയിട്ടുണ്ടാവുക. മാത്രമല്ല ഇതുപോലെ നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഈ റെമോയെ അവൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിലും ഇതുപോലെ മുറിയായിട്ടുണ്ടാവും. അങ്ങനെ ഇവരെല്ലാവരും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ എലഫന്റ് മാന്റെ കയ്യിലും ഇതുപോലെ മുറിഞ്ഞ പാടുകൾ ഉണ്ടായിരുന്നു. സോ കൺഫേം ആയി നമ്മുടെ റെമോയെ കൊന്നത് ഇയാൾ തന്നെയാണ്, ഈ എലഫന്റ് മാൻ തന്നെയാണ്. മാത്രമല്ല ആ ഒരു ഇടനാഴികയിലൂടെ നമ്മുടെ ആലീസ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്ന എലഫന്റ് മാനെ നേരത്തെ കണ്ടു എന്ന് പറഞ്ഞു. അതായത് അവൾ കണ്ടല്ലോ, ഒരു പേഷ്യന്റ് ആയതുകൊണ്ട് അരപ്പേര് ലൂസ് ആയതുകൊണ്ട് തന്നെ അവൾ വലിയ കാര്യമാക്കുന്നില്ല. അവള് രക്ഷപ്പെടുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിരിക്കുകയായിരുന്നു. എന്തായാലും റെമോയെ കൊന്നത് എലഫന്റ് മാനാണെന്ന് കണ്ടുപിടിച്ചു. അവനെ അറസ്റ്റ് ചെയ്യാണ്. മാത്രമല്ല ഈ ഒരു കൊലപാതകം ഇത് ചെയ്ത ആളെ ഇത് കണ്ടുപിടിക്കാൻ സഹായിച്ചത് ആരാണ്? ആലീസ് ആണ്. ഒരു ഇച്ചിരി ഭ്രാന്തുള്ള ആൾക്ക് ഒരിക്കലും ഈ ഒരു കാര്യം ഒന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. ഇന്റലിജന്റ് ആയിട്ട് നല്ല ബുദ്ധിയോടുകൂടി ചിന്തിച്ചിട്ടാണ് ആലീസ് ഈ ഒരു എന്താ പറയാ കൊലപാതകയെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സീസർ, ലിവാന ഇവർക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ആലീസ് ചതിക്കപ്പെട്ടതാണ്. ഡോക്ടർ സാമുവലൊക്കെ പറയുന്നത് പോലെ അവളൊരു പേഷ്യന്റ് ഒന്നുമല്ല. ഇതേ സമയത്ത് തന്നെ ഈ ഇൻസ്പെക്ടറുടെ അടുത്തേക്ക് ഡോക്ടർ സീസർ വന്നിട്ട് ഒരു വട്ടം പെർമിഷൻ എടുത്തല്ലോ. അതായത് ആലീസിന്റെ അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന പെർമിഷൻ അന്ന് ഇൻസ്പെക്ടർ കൊടുത്തിട്ടില്ലെങ്കിലും ആ അക്കൗണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ഇൻസ്പെക്ടർ ആളെ വിട്ടിരുന്നല്ലോ. അങ്ങനെ വിട്ട സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കി, ആലീസിന്റെ അക്കൗണ്ട് മുഴുവൻ ഇപ്പൊ 0 ആണ്. ആ പണം പിൻവലിച്ചത് അവളുടെ ഹസ്ബൻഡാണ്. 100% ഇവിടെ വെച്ച് നമ്മുടെ ഡോക്ടർ സീസർക്കും ഡോക്ടർ ലിവാനിക്കും കൺഫേം ആയി നമ്മുടെ ആലീസ് പൂർണ്ണമായിട്ടും ചതിക്കപ്പെട്ടതാണ്. എന്തായാലും ആലീസിനെ ഇനി ഇവിടെ നിർത്താനായിട്ട് ഇവർ കൂട്ടി നിൽക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പെക്ടറും പറയുന്നുണ്ട്, മാഡം നിങ്ങൾ പേടിക്കേണ്ട, ഇവിടെ നിന്നും പുറത്തിറങ്ങാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഒരു രീതിയിലും ഇനി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് ഇൻസ്പെക്ടർ പറയാണ്. ഇപ്പോഴാണ് നമ്മുടെ ആലീസിന് സമാധാനമായത്. അതായത് വന്നുപെട്ട ആ ഒരു ട്രാപ്പിൽ നിന്നും ഇനി അവൾക്ക് രക്ഷപ്പെടാമല്ലോ. എന്നാൽ ഇതിന് മുന്നേ ആയിട്ട് അവൾ നേരെ കാണാൻ പോകുന്നത് ഈ റെമോയ്ക്ക് ഒരു ഇരട്ട സഹോദരൻ ഉണ്ടല്ലോ, ആരോടും സംസാരിക്കാതിരിക്കുന്ന, ഒന്നും മിണ്ടാതിരിക്കുന്നവൻ. അവന്റെ അടുത്തേക്ക് അവനെ സമാധാനിപ്പിക്കാനായിട്ട് ഇപ്പൊ ആലീസ് ചെല്ലുകയാണ്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഈ റെമോയുടെ സഹോദരൻ സംസാരിക്കുകയാണ്. റെമോയുടെ സഹോദരൻ സാധാരണ ഇതുപോലെ സംസാരിക്കാറില്ല. അതായത് മരണപ്പെട്ടു പോയത് അത് റെമോയല്ല, സംസാരിക്കാത്ത പാവത്താനായിട്ടുള്ള അവന്റെ അനിയനുണ്ടല്ലോ, അവനാണ് മരണപ്പെട്ടു പോയത്. റെമോ ആണെന്ന് കരുതിയിട്ട് എൽഫന്റ് മാൻ കൊന്നത് റെമോയുടെ സഹോദരനെയായിരുന്നു. സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ആലീസിന്റെ അടുത്ത് പറഞ്ഞു അവനെങ്ങനെ കിടന്ന് കരയാണ് കേട്ടോ. പരമാവധി ആലീസ് അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇനി നീ പേടിക്കണ്ട, നീയും നിന്റെ സഹോദരിയും വളരെയധികം സേഫ് ആയിരിക്കും ഇവിടെ. അങ്ങനെ ഒരുപാട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അമ്മ കൂടെയില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ഇനി നമ്മുടെ ആലീസിന് ഈ ഒരു ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയും. പക്ഷേ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പ്രഗത്ഭരായിട്ടുള്ള ഇവിടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു ഡോക്ടേഴ്സ് വന്നിട്ട് അവളെ മുന്നിലിരുത്തിക്കൊണ്ട് പല ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ വ്യക്തമായിട്ടുള്ള മറുപടിയും കാര്യങ്ങൾ അവൾ പറയണം. അവളൊരു പേഷ്യന്റ് അല്ല, ഭ്രാന്തില്ല എന്ന് അവൾ പ്രൂവ് ചെയ്യണം. സോ അങ്ങനെ ആ ഒരു കാര്യം ഇവിടെ നടക്കാൻ വേണ്ടി പോകണം. ഡോക്ടേഴ്സ് എല്ലാവരുടെ മുന്നിലുണ്ട്, അതായത് നമ്മുടെ ആലീസിന്റെ മുന്നിലുണ്ട്. ഓരോ കാര്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങുകയാണ്. എല്ലാത്തിനും ഒരു ഭ്രാന്തില്ലാത്ത ഒരു നോർമൽ
മനുഷ്യൻ എങ്ങനെയാണോ മറുപടി പറയാ അതേ രീതിയിൽ തന്നെ അവൾ മറുപടി പറയുന്നുണ്ട്. കൂടാതെ ആലീസ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ നടന്ന ഒരു കൊലപാതകം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടുപിടിച്ചത് ഞാനാണ്. എനിക്ക് ഭ്രാന്തുണ്ടെങ്കിൽ എനിക്കത് കണ്ടുപിടിക്കാൻ കഴിയുമോ? പിന്നെ എന്റെ ബാങ്ക് അക്കൗണ്ട് അത് 0 ആയി കിടക്കുകയാണ്. അതിലെ പണം മുഴുവൻ എന്റെ ഭർത്താവ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ടെടുപ്പ് നടത്തണം. അതായത് കൂടുതൽ പേര് എന്തിനാണോ വോട്ട് ചെയ്യുക, ആലീസിന് വിടണോ വേണ്ടിയോ എന്നുള്ളതാണ് വോട്ടെടുപ്പിന്റെ ആ ഒരു പ്രധാന സംഭവം. ഉള്ള കാര്യം പറയാലോ, നമ്മുടെ ആ ഒരു ഡോക്ടർ സാമുവൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും ആലീസിന് കുഴപ്പമൊന്നുമില്ല, അവള് പേഷ്യന്റ് അല്ല, പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഡോക്ടർ സാമുവൽ എപ്പോഴും പറയാണ് ആലീസ് ഒരു പേഷ്യന്റ് ആണ്. നിങ്ങളെല്ലാം ചെയ്തു വെച്ചത് മഹാമണ്ഡത്തരാണ്. സത്യം പറഞ്ഞ ആലീസ് ഈ ഒരു ഡോക്ടർ സാമുവലിനുമെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. കാരണം ഇയാളും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് അവളെ ഇവിടെ പെടുത്താൻ നോക്കിയല്ലോ. എന്തായാലും ഇനി ഈ ആശുപത്രിയിൽ ഞാൻ ജോലി ചെയ്യുന്നില്ല, അത് ചെയ്യാനുള്ള അർഹത എനിക്കില്ല, ഞാൻ ഇവിടുന്ന് പോവാണ്. അതിനു മുന്നേ ഞാനൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും വാൺ ചെയ്യാണ്. നിങ്ങൾ ഇവിടെ വെച്ച് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് വലിയ മണ്ടത്തരാണ്. ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ആലീസിനെ പുറത്തേക്ക് വിടുന്ന ആ ഒരു കാര്യം നിങ്ങൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് ലൈഫിലെ തന്നെ ഏറ്റവും വലിയ മണ്ടത്തരായി തീരും. ഇത് വീണ്ടും വീണ്ടും ഡോക്ടർ സാമുവൽ ഇങ്ങനെ പറയാണ് കേട്ടോ. ബാക്കിയുള്ള ഡോക്ടേഴ്സിന് മനസ്സിലാവുന്നില്ല ഇയാൾ എന്തിനാണ് എല്ലാ കള്ളവും വെളിച്ചത്തായി, എന്നിട്ടും എന്തിനെങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഡോക്ടർ സാമുവൽ പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാണ്. ആലീസിന്റെ ഫാമിലി ഡോക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, അദ്ദേഹം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞോളൂ, എല്ലാം വിശദമായിട്ട് തന്നെ. ഇതേ സമയത്ത് തന്നെ ആലീസിന്റെ ആ ഒരു ഫാമിലി ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരികയാണ്. അത് മറ്റാരുമല്ല, കഥയുടെ തുടക്കത്തിൽ ആലീസിനെ ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാക്കിയ ആ ഒരു വൃദ്ധനായിരുന്നു. അയാളാണ് ശരിക്കും ആലീസിന്റെ ഫാമിലി ഡോക്ടർ. പക്ഷെ നമ്മൾ വിചാരിച്ചത് അവൾ അന്വേഷിക്കാൻ വന്ന, അതായത് ഇല്ലാത്ത കേസാണ് അന്വേഷിക്കാൻ വന്നത്, അതായത് ആ ഒരു മരിച്ചുപോയ പയ്യന്റെ അച്ഛനാണ് എന്നൊക്കെയാണ്. എന്തായാലും കഥകൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ മച്ചന്മാരെ. ഇനിയാണ് നമ്മൾ ട്വിസ്റ്റിലേക്ക് പോകാൻ നിൽക്കുന്നത്. ഇപ്പൊ ആലീസിന്റെ അടുത്തേക്ക് വന്ന ഒരു ഫാമിലി ഡോക്ടർ ഇയാൾ ആലീസിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പൊ തന്നെ ആലീസിന്റെ മുഖത്ത് ഒരു പതർച്ച വരുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ മണിച്ചിത്രത്താഴിലെ ശോഭന ചേച്ചി ഉണ്ടല്ലോ, അവസാനം ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നില്ലേ, ഏകദേശം അതുപോലെ തന്നെ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന ആലീസിന്റെ ഫാമിലി ഡോക്ടർ അവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ആലീസെ നീ ഉണ്ടാക്കിയ റിയാലിറ്റി, ഇന്നത്തെ റിയാലിറ്റി അതെങ്ങനെയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അവളൊക്കെ പതറി ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഡോക്ടർ സാമുവൽ പറയുന്നത് പോലെ തന്നെ ആലീസ് ഒരു ഉഗ്രൻ പേഷ്യന്റ് ആണ്. അവള് ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ, കബളിപ്പിക്കുന്ന രീതിയിൽ ഉഗ്രമായിട്ട് നുണ പറയാ. അവള് ഏതൊരു രീതിയിലും ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു വാക്ചാതുര്യം ഉണ്ടല്ലോ, അവൾക്കത് നന്നായിട്ടുണ്ട്. മാത്രമല്ല അവള് സ്വയം ഓരോ റിയാലിറ്റി ഇങ്ങനെ സങ്കല്പിച്ചു വെക്കും. ഇതിങ്ങനെയൊക്കെയാണ് നടന്നത്, അങ്ങനെയൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ അവള് സങ്കല്പിച്ചു വെക്കും. അതായത് ആലീസിന് രോഗമുണ്ട് എന്ന് പറയുന്നത് ഒരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ആലീസിന്റെ ഹസ്ബൻഡ് അവളെ ഇവിടെ പെടുത്താൻ നോക്കിയത്, അല്ലെങ്കിൽ ആലീസിന്റെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ആ ഒരു കാര്യങ്ങൾ, അയാൾ അത്ര നല്ല ആളൊന്നുമല്ല. ആലീസ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളും സത്യം തന്നെയാണ്. ഇവൾക്ക് ഇതുപോലെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ, അവളുടെ കയ്യിൽ ഒരുപാട് സമ്പത്ത് ഉള്ളത് കൊണ്ട് തന്നെ അത് അടിച്ചെടുക്കാനായിട്ട് അവളുടെ ഹസ്ബൻഡ് നോക്കിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇയാളെ ആലീസ് പല തവണയായിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. 3 തവണ അവൾ ശ്രമിച്ചെങ്കിലും അതിൽ നിന്നെല്ലാം അവളുടെ ഹസ്ബൻഡ് രക്ഷപ്പെട്ടു. എന്നാൽ 4ാമത്തെ തവണ രക്ഷപ്പെടുന്ന അയാൾക്ക് ഒരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ ഫാമിലി ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്തു, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഭ്രാന്ത് കുറച്ച് മൂത്ത് വരികയാണ്, എന്നെ കൊല്ലാനൊക്കെ നോക്കി. എന്നാൽ എന്തുകൊണ്ടാണ് ആലീസ് ഇയാളെ കൊല്ലാൻ നോക്കിയത് എന്നൊന്നും ഫാമിലി ഡോക്ടറോട് പറയുന്നില്ല. എങ്ങനെയെങ്കിലും അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നാക്കണം, ചികിത്സിച്ച് ഇവളുടെ ഈ ഒരു അസുഖം മാറ്റണം എന്നൊക്കെയാണ് ഫാമിലി ഡോക്ടറോട് ഇപ്പൊ ഈ ഒരു ആലീസിന്റെ ഹസ്ബൻഡ് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ ആലീസ് ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് ആലീസിന്റെ ഹസ്ബൻഡിന് വേണമെങ്കിൽ ഇവളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം, അങ്ങനെയാണെങ്കിൽ ഇവർ ഡൈവോഴ്സ് ആവും, സെപ്പറേറ്റ് ആവും, ഇവന് യാതൊരു സ്വത്തും കിട്ടില്ല. എന്നാൽ അവൾ ആശുപത്രിയിലേക്ക് പോവുകയാണെങ്കിൽ ഇയാൾക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ആലീസിന്റെ ഒരു കാര്യം ഉറപ്പായി, അവൾ എന്തായാലും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സോ ആ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റൊരു റിയാലിറ്റി അവൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ്, അവളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണ് എന്നെല്ലാം പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡോക്ടർമാരെയും അവൾ കബളിപ്പിച്ച് കളഞ്ഞു. ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ആ ഒരു ഡോക്ടർമാർ വരെ പറ്റിക്കപ്പെടണമെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ ആലീസിന്റെ ആ ഒരു വാക്ചാതുര്യം തന്നെയാണ് അതിനെല്ലാത്തിനും കാരണം. ഡോക്ടർ സീസർ, ലിവാന, അതുപോലെ ബാക്കിയുള്ള എല്ലാ ഡോക്ടേഴ്സും അവളുടെ മുന്നിൽ കബളിക്കപ്പെട്ടു പോയി. അതങ്ങനെയാണ്, അതാണ് അവളുടെ ആ ഒരു ടാലന്റ് എന്ന് പറയുന്നത്. നല്ല പാച്ചാന്നോണ പക്കയായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തായാലും അവൾ ആശുപത്രിയിലേക്ക് പോയ ആ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആലീസിന്റെ ഹസ്ബൻഡ് അവളുടെ ആ ഒരു സ്വത്തുമായിട്ട് മുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇവിടെ ട്രാപ്പ് ആയിട്ടുള്ള ആലീസ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് അവളുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു കഥ, അല്ലെങ്കിൽ മറ്റൊരു റിയാലിറ്റി ആയിരുന്നു ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ മനസ്സിലായല്ലോ. മാത്രമല്ല അവളുടെ തൊട്ട് മുന്നിൽ തന്നെ അവളുടെ ആ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. അവളെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ് ഈ ഡോക്ടർ. ഈ ഡോക്ടറെ അവൾക്കൊരു പേടിയാണ്. സോ അവളുടെ ആ ഒരു കള്ളത്തിലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അവള് ശരിക്കും ഒരു പേഷ്യന്റ് ആണെന്ന് അവർക്കൊക്കെ മനസ്സിലായി. അവരൊക്കെ ഞെട്ടിപ്പോവാണ്. എത്ര അടിപൊളിയായിട്ടാണ് ഈ ഡോക്ടേഴ്സിന് മുഴുവനായിട്ടും ആലീസ് ഇത്രയും നേരം കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ആലീസിന് ചികിത്സ ആവശ്യമാണ്. തെറ്റ് ചെയ്തത് ആലീസിന്റെ ഹസ്ബൻഡ് ആണെങ്കിലും പോലീസുകാർക്ക് അത് മനസ്സിലായല്ലോ. അയാൾ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും, അത് ഉറപ്പാണ്. പക്ഷെ ആലീസ് നല്ല ഒന്നാം തരം പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അവൾ ഒറ്റയടിക്ക് അങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത് പലരുടെയും ജീവിതത്തിന് തന്നെ അത് ആപത്തായേക്കും. എന്തായാലും അവളുടെ ആ ഒരു അസുഖം മാറുന്നത് വരെ ഇനി എന്തായാലും അവൾ ഈ ഒരു ആശുപത്രിയിൽ തന്നെ കിടക്കണം കേട്ടോ. നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരു എൻഡ് ഈ കഥക്ക് കിട്ടിയില്ല അല്ലേ? അതായത് കുഴപ്പമില്ല, നമ്മുടെ ആലീസിനെ ചീറ്റ് ചെയ്തത് അല്ലെങ്കിൽ അവളെ ദ്രോഹിക്കാൻ നോക്കി അവളുടെ ഹസ്ബൻഡ്
തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. അതൊരു വശത്ത് അതങ്ങനെ നടക്കും. എന്നാൽ ആലീസിന് അവൾക്കൊരു അസുഖമുണ്ട്, അത് തീർച്ചയായിട്ടും മാറ്റണം. അത് മാറുന്നത് വരെ അവൾ ഈ ആശുപത്രിയിൽ കിടക്കുക തന്നെ വേണം. അപ്പോൾ ഓക്കെ, മൈൻഡിനെ വല്ലാത്ത രീതിയിൽ കിളി പാറിക്കുന്ന രീതിയിൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി കഥ തന്നെയല്ലേ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.